നമസ്കാരം, JB ജംഗ്ഷനിലേക്ക് സ്വാഗതം. വിനോദ മേഖലയിൽ ശ്രദ്ധേയരായിട്ടുള്ള 2 അഭിനേതാക്കളായിരുന്നു കഴിഞ്ഞ ദിവസം നമ്മോടൊപ്പം JB ജംഗ്ഷനിൽ. ഷാജോണും ടിനി ടോമും. ഇവരുമായിട്ടുള്ള സംഭാഷണം ഈ എപ്പിസോഡിലും തുടരുകയാണ്. യഥാർത്ഥത്തിൽ വേറെ പേരാണ് ടിനിയുടെ. സ്വന്തം മാറ്റിയതാ? മാറ്റിയതല്ല, ഞങ്ങൾ പള്ളിയിൽ അങ്ങനെ 2 പേര്. ഷാജോന്റെ പള്ളിയിലെ പേരെന്താ? ജോൺ എന്നാണ്. അത് സ്റ്റാൻഡേർഡ് ആക്കിയതാണ്. ലോനപ്പനൊക്കെ ആയിരിക്കും. ഞാനുള്ളത് പറഞ്ഞു ദേവസീന്നാണ് എന്റെ അപ്പാപ്പന്റെ പേര്. അപ്പാപ്പനൊക്കെ ഒരു കഥാപാത്രമായിരുന്നല്ലേ? അതെ അതെ. ഒരുപാട് കഥാപാത്രങ്ങൾ ടിനിക്ക് കുടുംബത്തിൽ തന്നെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഈ കഥാപാത്രങ്ങളൊക്കെയാണ് ഒരുപക്ഷെ അദ്ദേഹത്തിന് ഈ കലാവേദിയിൽ ഒരുപാട് വേഷപ്പകർച്ചയ്ക്ക് വേണ്ടി സഹായിച്ചത്. ഞാൻ ആരോ എന്നോടത്ത് ടിനിയുടെ ഒരു പേരപ്പനെ കുറിച്ച്, ആരാണ്? ജോസേട്ടനാ? ജോസ്. അതൊക്കെ വലിയൊരു അനുഭവമാണല്ലോ. എന്താ അതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഒരാൾക്കും അങ്ങനെ ഒരു അനുഭവം ഉണ്ടാവില്ല. ടിനി എന്താണ് ടിനിയത്? അദ്ദേഹം ഒരു ഒന്നര പ്രസ്ഥാനമാണ് അല്ലേ? അദ്ദേഹം പ്രവർത്തിക്കാത്ത രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളില്ല, അദ്ദേഹം കൈതൊടാത്ത കലാപരിപാടികളില്ല. അപ്പൻ്റെ അനിയനാണോ? എൻ്റെ ഫാദറിൻ്റെ അനിയൻ. അദ്ദേഹത്തിനെ കുറിച്ച് പറഞ്ഞ ഒരുപാട് പറയാനുണ്ട്. എന്താണ് സാർ ഉദ്ദേശിച്ചത്? എവിടെ നിന്ന് എന്താണ് കേട്ടത്? അല്ല, ഞാൻ കേട്ടതെന്ന് വെച്ചാൽ അദ്ദേഹം വീട്ടിൽ എന്ത് സാധനം ഉണ്ടെങ്കിലും അടിച്ചോണ്ട് പോകും. എന്ത് സാധനം പുള്ളി അടിച്ചോണ്ട് പോകും. പക്ഷെ നല്ല മിനുക്കമായിട്ട് നടക്കുള്ളൂ. അതെ അതെ. പക്ഷെ അവസാനം പുള്ളിയുടെ ആ ദുരന്തമാണ് എന്നെ ഭയങ്കരമായിട്ട്. അതാണ് ഷാജ ഒന്ന് പറഞ്ഞേ ടിനി. അത് തേച്ച ഷർട്ട്, അതായത് ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ അദ്ദേഹത്തിനെ കാണണമെങ്കിൽ ഇപ്പൊ പൃഥ്വിരാജിന്റെ രൂപമായിരുന്നു. ചക്രം എന്ന സിനിമ എടുക്കുക, താടിയൊക്കെ വെച്ചിട്ട്, അതാണ് രൂപം യഥാർത്ഥത്തിലുള്ള. കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് എൻ്റെ പേപ്പൻ എന്ന് തോന്നിപ്പോകുന്ന രീതിയിലാണ്. എപ്പോഴും തേച്ച ഷർട്ടും, അതായത് വൈറ്റ് ഷർട്ടും വൈറ്റ് മുണ്ടും എടുക്കുകയുള്ളൂ, ജോലിയൊന്നും ചെയ്യില്ല. അത് വളരെ നിർബന്ധമുള്ള കാര്യമാണ്. പിന്നെ വീട്ടിലുള്ള ആവശ്യം വരുമ്പോൾ വീട്ടിൽ നിന്ന് തന്നെ എടുക്കും, മറ്റുള്ളവർ ഉപദ്രവിക്കില്ല, വീട്ടിൽ നിന്ന് തന്നെ സാധനം കൊണ്ടുപോയി. അങ്ങനെ പുള്ളി പറഞ്ഞു വരുമ്പോൾ ഇതുപോലെയുള്ള സംഭവങ്ങൾ കഴിഞ്ഞിട്ട് ഏറ്റവും ലാസ്റ്റ് അദ്ദേഹത്തിന്റെ ഫാദറിന്റെ കാലിൽ വീണ് മാപ്പ് പിടിക്കാൻ ചെന്നാണെന്ന് വിചാരിച്ചു. പക്ഷെ കാല് പിടിച്ചിട്ട് വലിച്ചു നിലത്തിട്ടപ്പ എന്നിട്ട് അങ്ങനെ ഒരുപാട് രസകരമായ കാര്യങ്ങളുണ്ട്. പിന്നെ അദ്ദേഹം സ്ഥലം എന്നൊക്കെ പറഞ്ഞാൽ ഒരുപാട് സ്ഥലങ്ങൾ മുറിച്ച് ഓരോരുത്തർക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിന് തോന്നുമ്പോൾ അദ്ദേഹത്തിന്റെ സ്ഥലം വിറ്റുകൊണ്ടിരിക്കും. പക്ഷേ അദ്ദേഹം നമുക്കാണ് തന്നുകൊണ്ടിരുന്നത്, എല്ലാവർക്കും ദാനം ചെയ്യും, അദ്ദേഹത്തിന്റെ പെങ്ങന്മാർക്കും സഹോദരന്മാർക്കും. പിന്നീട് കുറേ കാലം കഴിഞ്ഞ് ഞാൻ ബോംബെയിൽ ചെന്നപ്പോൾ ഞാൻ എൻ്റെ അങ്കിളുമായിട്ട് നടന്നു പോകുമ്പോൾ, എടാ അത് എന്നെ ഏറ്റവും സ്നേഹിച്ചിട്ടുള്ളതും എന്നെ ഒരുപാട് കൊണ്ടു നടന്നിട്ടുള്ളതും ഒരുപാട് തന്നിട്ടുള്ളതും സിനിമകൾ ആദ്യമായിട്ട് കാണിച്ചു തന്നിട്ടുള്ളതൊക്കെ എൻ്റെ പേപ്പൻ. അപ്പം ഇങ്ങനെ നോക്കുമ്പോൾ നിൻ്റെ പേപ്പനാണ് നിൽക്കണമെന്ന് പറഞ്ഞപ്പോൾ ഞെട്ടിച്ച് പോയി. കാരണം ഒരു ഭ്രാന്തൻ്റെ വേഷത്തിൽ ചായ ഉണ്ടാക്കി കൊടുക്കുന്നത്, അതായത് പാവപ്പെട്ടവർക്ക് ചായ ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു രൂപത്തിൽ ഞാൻ കണ്ടു. അദ്ദേഹം ഒരു ചായ എനിക്ക് തന്നു, വളരെ താടിയൊക്കെ വെച്ചിട്ട്. ആ സിനിമ സീൻ പോലെ തന്നെയായിരുന്നു. ആ ചായ എനിക്ക് എന്നിട്ട് കുടിക്കാൻ പറഞ്ഞു. അപ്പോൾ എൻ്റെ അങ്കിൾ പറഞ്ഞ് കുടിക്കണ്ടെന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ കുടിച്ചു. കാരണം ഒരുപാട് ചായയും ഒരുപാട് പലഹാരങ്ങളും ഒരുപാട് സിനിമകളും കാണിച്ചിട്ടുള്ള ഒരാൾ, ആ ധാരാളിത്തത്തിൽ ജീവിച്ചതിൻ്റെ ഒരു അന്ത്യം അവിടെ. അതിനുശേഷം അദ്ദേഹം ഒരു ബോംബെ തെരുവിൽ ഒരു പിച്ചക്കാരൻ്റെ പാർച്ചയിലേക്ക് എത്തി അല്ലേ? ഒരു വളരെ നിലവാരം. പിന്നെ എന്തായെന്ന് എനിക്കറിയില്ല. പിന്നെ അന്വേഷിച്ചിട്ടില്ല, കേട്ടിട്ടില്ല, കണ്ടിട്ടില്ല. അദ്ദേഹം എന്നെ കണ്ടപ്പോൾ തന്നെ കണ്ണിലും നിറഞ്ഞിരുന്നു. കാരണം ദാസേട്ടൻ്റെ ഭയങ്കര ഫാനായിരുന്നു. ദാസേട്ടനെ എവിടെ ഗാനങ്ങളുണ്ട് അവിടെ പോയി കാണുമായിരുന്നു, നന്നായിട്ട് പാടുമായിരുന്നു. അതിൻ്റെ അംശം കിട്ടിയത് എനിക്കാണെന്ന് തോന്നുന്നു. കലയുടെ അംശം എൻ്റെ ഭർമാരിൽ നിന്ന് എനിക്ക് കിട്ടിയിരിക്കുന്നത്. ബാക്കിയെല്ലാം വേറെ വേറെ കാര്യങ്ങളിലൊക്കെ ഉള്ള ആൾക്കാരായിരുന്നു. പക്ഷെ അദ്ദേഹത്തിൻ്റെ ഇത് കിട്ടിയത് എനിക്കാണെന്നാണ് എല്ലാവരും പറയുന്നത്. അദ്ദേഹത്തിൻ്റെ ഒരു ഉയരവും എല്ലാം. ഇന്ന് അദ്ദേഹം എവിടെയാണ്, എന്താണ് ജീവിച്ചിരിപ്പുണ്ടോന്നും അറിയില്ല. ഒരുപക്ഷെ ഇതൊക്കെയാണ് മനുഷ്യന്റെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട ഏടുകൾ എന്ന് പറയുന്നത്. അത് ഈ വെള്ളിമൂങ്ങൽ ജോസ് എന്ന് പറഞ്ഞ സംഭവം ചെയ്യുമ്പോൾ ഞാൻ അദ്ദേഹത്തിന്റെ തന്നെ ഓർക്കുന്നത്, സഖാവ് ജോസ് എന്ന് പറയുന്ന കഥാപാത്രം, ആ ജോസ് എന്ന് തന്നെയാണ് അദ്ദേഹത്തിന്റെ പേരും. എല്ലാം കറക്റ്റായിട്ട്. ടിനിയെ കൊണ്ട് പാടിപ്പിക്കുകയായിരുന്നോ? അന്ന് പാടിപ്പിക്കില്ലായിരുന്നു, ഇദ്ദേഹം പാടുമായിരുന്നു. ഒരു പാട്ട് എന്തായാലും അദ്ദേഹം എവിടെയാണെങ്കിലും വേണ്ടില്ല, അദ്ദേഹം ജീവിച്ചിരിക്കുന്നുണ്ടോ ഉണ്ടോ ബോംബെയിലാണോ നമുക്കറിയില്ല. എങ്കിൽ പോലും ഒരുപാട് സ്നേഹവും വാത്സല്യവും നൽകിയ ടിനിക്ക് തിരിച്ച് അദ്ദേഹത്തിന് ട്രിബ്യൂട്ട് കൊടുക്കാൻ വേണ്ടി ഒരു പാട്ട് ടിനി പാടും. In a bar in Toledo, across from the depot, on a bus till she took off for rent. I thought I'd get closer, so I walked on over. I sat down and asked her the name.
When the drinks found the heater, she said I'm no cuter, but I found the caught living on drain. I'm hungry for laughter and hero we're after, and after whatever the other luck brings. In the mirror I saw her, and I closely watched him. I thought how he looked out his place. He came to the woman who sat there beside me. He had a sweet look on his face. The big hands were cold. He looked like a mountain. The minute I thought I was dead, but he started shaking. His big heart was breaking. He turned to the woman and said, "You begged to find time to leave me losing the poor hungry children and crop in the field. I had some bad time, lived through some sad time, but this time you haven't from here. You beg to find time to leave me loose." ഇതൊക്കെ ഒരു സബാട്ടിക്കൽ എന്താ കാരണം വെച്ചാൽ ഇതിൻ്റെ ഈ തിരക്കിനിടയിൽ ഇങ്ങനെ സംഗീതത്തിലൊക്കെ ഇങ്ങനെ ഇതുപോലുള്ള പ്രയോഗങ്ങൾ നടത്താൻ പറ്റുന്ന ചെറിയ കാര്യമല്ല. വളരെ പഠിച്ചാണെങ്കിൽ പോലും അത് ഇടയ്ക്കൊന്ന് പൊടിതെറ്റി എടുക്കണം. പൊടിതെറ്റി എടുത്തപ്പോഴാണ് ഇപ്പൊ പെട്ടെന്ന് തന്നെ എടുത്ത് വിളിച്ചിന്റെ പ്രൊഡ്യൂസർ പറഞ്ഞപ്പോ ഇതൊക്കെ വേണോ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ടീനിയെ കൊണ്ട് ഇങ്ങനെ ഗിത്താറൊക്കെ ഒന്ന് പഠിപ്പിക്കാം. നല്ലതാ. സ്വഭാവത്തിൽ ഒരുപാട് മാറ്റങ്ങൾ അത് മ്യൂസീഷ്യൻസിന്റെ എല്ലാവരുടെയും സ്വഭാവം ഇതിലാണ്. അതായത് കലാകാരന്മാർ ഒരിക്കലും ക്രിമിനലുകളാവില്ല. കാരണം ക്രിമിനൽ ആവേണ്ട സമയം ഇതിൽ ചെലവഴിക്കും. ദൈവികമാണ്. അതെ, ദൈവികത്തിലാണ്. നമ്മളെ നവീകരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട സംഭവമാണ് സംഗീതം, അതുപോലെ കലയും. അങ്ങനെ നവീകരിക്കപ്പെട്ട രണ്ട് നൊവേനയുടെ പുത്രന്മാർക്ക് പിഷാരടിയാണ് തുടങ്ങിയത്. ദൈവത്തിനെ വിറ്റ് കാശാക്കുന്ന രണ്ട് ആൾക്കാരെ പിശാചിൽ നിന്നുമാണ് തുടങ്ങിയത്. KS പ്രസാദ് പക്ഷേ ടിനിയെ മാത്രമല്ല ഷാജോണിനെ സ്നേഹിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്, സ്നേഹിച്ചിട്ടുണ്ട്. അതും കൂടി പറഞ്ഞിട്ട് പുള്ളി പിൻവാങ്ങുള്ളൂ എന്നുള്ള വാശിയിലാണ്. നോക്കാം. ഷാജോൺ എന്ന് പറയാൻ പാടില്ലല്ലോ, കലാഭവൻ ഷാജോണുമായിട്ട് നമ്മൾ ഒരുമിച്ച് പോയിരിക്കുന്ന ഒരു ഷോ എന്ന് പറയുന്ന കലാഭവൻ വേൾഡ് ടൂർ. ആബേലച്ചനുമൊത്ത് ലോകം മുഴുവൻ നമ്മൾ കറങ്ങി. അതിനുശേഷം കോമഡി മിമിക്സും പിന്നെ ഞാനും എന്ന പ്രോഗ്രാം കൈരളിയിൽ ആരംഭിച്ചപ്പോൾ ഫസ്റ്റ് ഷൂട്ടിന് ഷാജോൺ ഉണ്ടായിരുന്നു. പിന്നെ എന്താണെന്നറിയില്ല, ഒരു ദൈവസഹായത്തോടു കൂടി അതൊരു 10-15 വർഷം ആ പ്രോഗ്രാം ചെയ്യാൻ സാധിച്ചു. അപ്പോൾ ഷാജോണും നേരത്തെ പറഞ്ഞ പോലെ തന്നെ നല്ല ഐശ്വര്യമാണ്. അതിനുശേഷം ഈ കോമഡി മിമിക്സിൽ തന്നെ ഷാജോൺ ഒരു സെഗ്മെൻറ്റ് ചെയ്തിരുന്നു, കാന്താരി സ്പീക്കിംഗ് എന്ന് പറഞ്ഞിട്ട്. അതിൽ ഷാജോൺ ഇരുന്ന ചാരുകസേരയിലാണ് ഞാനിപ്പോൾ ഇരിക്കുന്നത്. അപ്പോൾ ഷാജോണുമായിട്ട് ഒരുപാട് പല ടെലിവിഷൻ മേഖലയിലും സ്റ്റേജിലും ഒക്കെ ഒരുമിച്ച് നമ്മൾ ഒരുപാട് പ്രവർത്തിച്ചിട്ടുണ്ട്. സിനിമയിലോട്ട് വന്നു കഴിഞ്ഞപ്പോൾ ഷാജോൺ നമ്മളെയൊക്കെ ശരിക്കും പറഞ്ഞാൽ നമ്മളുടെയൊക്കെ പ്രതീക്ഷയുടെയൊക്കെ വളരെ മുകളിലോട്ടങ്ങ് പോയി. നമ്മൾ ഒരിക്കലും വിചാരിച്ചില്ല കോമഡി ക്യാരക്ടറായിട്ട് നിന്ന ഷാജോൺ ഇത്ര സീരിയസ് ആയിട്ടൊരു കഥാപാത്രം അവതരിപ്പിക്കുമെന്ന് വിചാരിച്ചില്ല. അത്ര സീരിയസ് ആയിട്ട് ഷാജോൺ പോയി. എന്നാലും ഷാജോൺ, ആ പഴയ ഷാജോനാണ് ഇപ്പോഴും ഇഷ്ടം. നമ്മൾ നമ്മുടെ കലാഭവൻ വേൾഡ് ടൂറിനൊക്കെ പോകുമ്പോൾ ഷാജോണിൻ്റെ ഡാൻസും ഷാജോണിൻ്റെ അടിപൊളി പാട്ടുകളൊക്കെ ഉണ്ട്. ആ പാട്ടുകളൊന്നും ഇപ്പോഴുള്ളവർക്ക് അറിയില്ല. അപ്പം അങ്ങനെ ഒരു 2 പാട്ടൊന്ന് ഷാജോൺ പാടിയ എല്ലാവർക്കും സന്തോഷമായിരിക്കും. ഓക്കെ. പ്രസാദിന്റെ രൂപത്തിലും ഭാഗത്തും ഒരു മാറ്റമില്ലല്ലേ? ഇല്ല, തൊഴിലിലൊരു മാറ്റമില്ല. കഴിഞ്ഞൊരു 15 വർഷമായിട്ട് ഇതുവരെ ചെയ്തോണ്ടിരിക്കും. അതില് സന്തുഷ്ടനാണ് പുള്ളി. നമ്മൾക്ക് എന്താണ് ചെയ്യുന്നത് അതിൽ സന്തോഷവാനായ ലോകം കീഴടക്കി എന്ന് പറഞ്ഞത്. അപ്പൊ പുള്ളി അതിൽ സന്തുഷ്ടനാണ്. അങ്ങനെ പ്രസാദിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്, നമ്മൾ മിമിക്രിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ സ്റ്റേജ് ഷോ ഒക്കെ ആയിട്ട് നടന്നപ്പം എന്നോട് പ്രസാദം വിളിച്ചിട്ടുണ്ട്, നീ നിന്റെ തന്നെ ഒരു ഷോ ഒരു ചാനലിൽ ചെയ്യണം, ഒരു ഗുണം ചെയ്യുക, അതൊരു ഔട്ട് ഹൗസ് പ്രൊഡക്ഷനായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ. അപ്പോൾ ഞാൻ പ്രസാദ് എനിക്ക് അങ്ങനെ പരിചയങ്ങളും കാര്യങ്ങളൊന്നുമില്ല, ഏത് ചാനലിൽ ചെയ്യാൻ എനിക്ക് അതിൻ്റെ കാര്യങ്ങളൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. പ്രസാദിൻ്റെ അപ്പോൾ സ്ഥിരം ചെയ്തുകൊണ്ടിരിക്കുക ഷോ കൈരളിയിൽ.
അപ്പം എന്ന് പറഞ്ഞാൽ എനിക്ക് കൈരളി ഞാനൊരു ഷോ റെഡിയാക്കി തട്ടെന്ന് ഞാൻ പ്രസാദ വലിയ ഉപകാരമായിരിക്കും എന്ന് പറഞ്ഞന്ന് ഷിബു ചക്രവർത്തിയായിരുന്നു. ഷിബുച്ചനോട് പറഞ്ഞിട്ട് നിങ്ങളാണ് താരം എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം കൈരളിക്ക് വേണ്ടിയിട്ട് ഞാൻ ചെയ്തു. അതൊരു 3-3.5 വർഷക്കാലം ചെയ്തു. അതെൻ്റെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വരുത്തി. കാര്യം നമ്മൾ തന്നെ ഒരു പ്രൊഡ്യൂസർ എന്ന് പറഞ്ഞിട്ടുള്ള ടെൻഷൻ നമ്മൾ തന്നെ അറിയും, നമ്മൾ തന്നെ ഡയറക്റ്റ് ചെയ്യുന്നു, നമ്മൾ ടീമിനെ വെച്ച് എഴുതുന്നു, നമ്മൾ തന്നെ ഷൂട്ട് ചെയ്തുകൊണ്ട് കൊടുക്കുന്നു. അപ്പോൾ അങ്ങനെ ഒരു ഉത്തരവാദിത്തം നമുക്ക് തോന്നി തുടങ്ങിയതൊക്കെ ആദ്യം അങ്ങനെയായിരുന്നു. അപ്പോൾ അതിന് എനിക്ക് വേണ്ട കാര്യങ്ങളെല്ലാം പറഞ്ഞു തന്നത് പ്രസാദനാണ്. അപ്പോൾ അതിന് ഒരുപാട് തവണ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഈ ഒരു കൈരളിയിലിരുന്ന് ഈ ഒരു ഫ്ലോറിൽ നന്ദി പ്രസാദന ഒരിക്കൽ കൂടി പ്രസാദിന്റെ ആഗ്രഹമാണ് അടിപൊളി 2 പാട്ട് ഒരു പാട്ട് പാടാം. പാട്ട് പാടാന്ന് പറഞ്ഞാൽ ഞാൻ തന്നെ ഇപ്പോൾ ഒരു സിനിമയിൽ പാടാൻ ഒരു അവസരം കിട്ടിയായിരുന്നു സാർ. നമ്മുടെ സിബി മലയിൽ സാർ ഡയറക്റ്റ് ചെയ്തൊരു സിനിമയാണത്. ജയറാമേട്ടനായിരുന്നു ഹീറോ, പ്രിയാമണി ഹീറോയിൻ, രതീഷ് വേഗ മ്യൂസിക് ചെയ്തിട്ട് സന്തോഷ് വർമ്മ എഴുതിയ ഒരു സോങ് ആയിരുന്നു. പ്രിയാമണിയെ കുറിച്ച് പറയരുത് കേട്ടോ. എന്താണ് ഞാൻ പിന്നെ പറഞ്ഞു പോളണ്ടിനെ കുറിച്ചോ ചെക്കോസ്ലാവിയെ കുറിച്ചൊക്കെ പറഞ്ഞു. പ്രിയാമണിയെ കുറിച്ച് പറയരുത്. ശരി ശരി, ആ പാട്ട് ഒന്ന് പാടാം. പൊട്ടിപ്പോയേ എൻ്റെ ചങ്കിൻ പൂട്ട്, കനവുകളെല്ലാം ഓരോ പൈകിളി പോൽ നിൻ ചിരിമഴവില്ലും തേടി പാറിടുന്നേ. അകലെ അകലെ മറയാതടി, അരികെ അണയാൻ വൈകാതടി. അകലെ അകലെ മറയാതടി, അരികെ കരിമ്പാറമാറിടും പൂവെണ്ണയായി. അകലെ അകലെ മറയാതടി, അരികെ അണയാൻ വൈകാതടി. ഇപ്പൊ പ്രിയാമണിയെ കുറിച്ച് പറയരുത് ഞാൻ പറയാൻ കാരണം എന്താ അറിയാം, ഇത് ഈ പ്രിയാമണി എന്ന് പറയുമ്പോൾ ചില ആൾക്കാരെ ഇടനെഞ്ചിൽ ഒരു ചെറിയൊരു വേദന വരുന്നുണ്ട്. എന്താണ് പ്രിയാമണി ഇപ്പൊ കല്യാണം കഴിക്കാൻ പോവാണെന്നുള്ളതുകൊണ്ടാണോ എന്ന് വേണമെങ്കിൽ ഷാജോൺ ചിന്തിച്ചേക്കാം. ഞാൻ അങ്ങനെ ചിന്തിച്ചു. അതുകൊണ്ട് പ്രത്യേകിച്ച് നമ്മുടെ കൂടെ ഇരിക്കുന്ന ഒരാളുടെ ഇടനെഞ്ചിൽ വേദന വരേണ്ട കാര്യമില്ല. പിന്നെ എന്താണ് വേദന? അത് ഞാൻ കാണിച്ചു തരാം, നോക്കട്ടെ. ഹായ് പ്രിയ, നമ്മൾ ഒരുമിച്ച് പ്രാഞ്ചിയേട്ടൻ ആൻഡ് ദ സെയിൻറ്റ് എന്ന ചിത്രത്തിൽ അഭിനയിച്ചിരുന്നു. ഇപ്പോൾ ഞാൻ അഭിനയിച്ചുകൊണ്ടിരിക്കുന്നത് ഓടും രാജ ആടും റാണി എന്ന ചിത്രത്തിലാണ്. ഈ ചിത്രത്തിൽ യഥാർത്ഥത്തിൽ പ്രിയാമണിയെയാണ് ഹീറോയിനായിട്ട് കാസ്റ്റ് ചെയ്തിരുന്നത്. പക്ഷെ ഇപ്പോൾ അഭിനയിച്ചുകൊണ്ടിരിക്കുന്നത് മലയാള സിനിമയുടെ ഉപ്പെന്നറിയപ്പെടുന്ന ജഗദീഷ് ശ്രീകുമാറിൻ്റെ മകളായ ശ്രീലക്ഷ്മിയാണ്. എന്താ സംഭവിച്ചതെന്നറിയില്ല. ഈ ചിത്രത്തിൻ്റെ ഡയറക്ടർ എന്ന് പറയുന്നത് ബിജു വർമ്മയാണ്. മൺഗോലങ്ങൾ എന്ന ചിത്രത്തിൻ്റെ സ്റ്റേറ്റ് അവാർഡ് വിന്നിംഗ് ഫിലിമിൻ്റെ കാസ്റ്റ് ആൻഡ് ക്രൂ ആണ്. അപ്പോൾ പ്രിയാമണി ആവശ്യപ്പെട്ടതനുസരിച്ച് റീമ്യൂണറേഷൻ ഫിക്സ് ചെയ്തു. ഇതിൻ്റെ സബ്ജക്റ്റ് പ്രിയാമണിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പോൾ പ്രിയാമണി ആവശ്യപ്പെട്ടതനുസരിച്ച് തന്നെ അഡ്വാൻസ് പേ ചെയ്യുന്നതിന് വേണ്ടി അവർ ബാംഗ്ലൂർ എത്തുകയും 2 മണിക്കൂർ വെയിറ്റ് ചെയ്യണം, എനിക്ക് ആരോടോ എന്തോ ചോദിക്കാനുണ്ടെന്ന് പ്രിയാമണി പറയുകയും 2 മണിക്കൂറിന് ശേഷം ഒരു മെസ്സേജാണ് ഇതിൻ്റെ ഡയറക്ടറിൻ്റെ ഫോണിലേക്ക് വന്നത്. ആ മെസ്സേജ് ഇപ്പോഴും ഉണ്ട്, ബിജു വർമ്മയുടെ ഫോണിലുണ്ട്. അതിങ്ങനെയാണ്, ഐ ഡോണ്ട് ലൈക്ക് ടു ഡു ഓപ്പോസിറ്റ് ടു ടിനി എന്ന്. അപ്പോൾ ഒരു ക്യാരക്ടർ തിരഞ്ഞെടുക്കുമ്പോൾ എന്താണ് പ്രിയാമണിയുടെ മാനദണ്ഡം? അത് ഓപ്പോസിറ്റ് ചെയ്യുന്ന ആർട്ടിസ്റ്റിൻ്റെ സ്റ്റാർ വാല്യൂ ആണോ, അല്ലെങ്കിൽ അതിൻ്റെ റിമ്യൂണറേഷൻ ആണോ, സബ്ജക്റ്റ് ആണോ? കാരണം ഇനി പ്രിയാമണിയെ അപ്രോച്ച് ചെയ്യുന്നവർക്ക് അത് വളരെയധികം യൂസ്ഫുൾ ആയിരിക്കും. ആ മാനദണ്ഡമാണ് എനിക്കറിയേണ്ടത്. ഇപ്പം എല്ലാം മനസ്സിലായി. നമ്മൾ ചോദിക്കാനുള്ള നേരിട്ട് ചോദിച്ചു. ആ ഷോയില് ടിനി വളരെ സൗകര്യപൂർവ്വം ഈ വിഷയം എടുത്തിട്ടിട്ട് കൃത്യമായിട്ട് ചോദിച്ചു. അത് എന്നോട് എന്നെ വിളിച്ചൊരു കാര്യം പറഞ്ഞു, ഒന്നും കട്ട് ചെയ്തേക്കരുത് കേട്ടോ, അത് ഓർമ്മയുണ്ടത്. പക്ഷെ അത് മനസ്സ് വിഷമിച്ചിരുന്നല്ലേ? വിഷമമുണ്ടാവും നമ്മൾ തഴയപ്പെടുമ്പോൾ, അംഗീകരിക്കാതെ. അതായത് ആദ്യം അംഗീകരിക്കും, പിന്നീട് ആരോ വിളിച്ച് പറഞ്ഞതിൻ്റെ പേരിൽ മാറിക്കഴിയുമ്പോൾ നമ്മൾ അത്രയും താഴ്ന്ന
ലെവലിൽ ഞാൻ കളിക്കുന്നത് നമുക്ക് നമ്മുടെ ഒരു കഴിവിൽ കോൺഫിഡൻസ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു മാനദണ്ഡമാണ് നമ്മൾ ചോദിച്ചത്. ഇതിന് ശേഷം, അതായത് ഈ സുരാജിനെ തള്ളിയതിന് ശേഷമാണ് സുരാജിന് നാഷണൽ അവാർഡ് കിട്ടുന്നത്. സുരാജിന് ഒരു സ്വീറ്റ് റിവെഞ്ച് ചെയ്യാൻ സാധിച്ചു പലരോടും. അദ്ദേഹത്തിന് ഒരു നായികേട്ടൻ എത്രയോ തവണ പല സ്ഥലത്ത് അന്വേഷിച്ചിരുന്നുണ്ട്. അപ്പം മിമിക്രി എന്ന ലേബലിൽ പലർക്കും ഇതിപ്പോൾ മുകേഷ് ചേട്ടനൊക്കെ ഉണ്ടായ അനുഭവമാണ്. ഇതൊന്നും വിഷമിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതൊക്കെ ജീവിതത്തിൽ നമ്മൾ കഴിഞ്ഞു വരുമ്പോൾ നമുക്ക് സന്തോഷമുണ്ട്. ഇനി അങ്ങനെ ഒരു മലയാള സിനിമയിൽ അങ്ങനത്തെ ഉള്ളൊരു എന്താ പറയണ്ട ഒരു വർഗവിവേചനം അല്ലെങ്കിൽ ഒരു വർണ്ണവിവേചനം ഉണ്ടോ? ഇങ്ങനെയുള്ളൊരു സംഭവം ഉണ്ടോ? ഉണ്ടാവുമായിരിക്കും. കാരണം പലരും അനുഭവസ്ഥരുണ്ട്. നായികമാരെ കിട്ടാത്തതിൻ്റെ ഒരു ബുദ്ധിമുട്ട് പലരും അനുഭവിച്ചിട്ടുണ്ട്. സുരാജ് തന്നെ പറഞ്ഞിട്ടുണ്ട്, മുകേഷ് ചേട്ടൻ പറഞ്ഞിട്ടുണ്ട്. ഒരു മുൻനിര നായികയ്ക്ക് ഒരു പക്ഷേ നിങ്ങളെപ്പോലുള്ള മിമിക്രി താരങ്ങൾ അല്ലെങ്കിൽ മിമിക്രിയിൽ നിന്ന് വന്ന് അല്ലെങ്കിൽ സഹനടനായിട്ട് വന്ന് നായക വേഷത്തിലേക്ക് വരുമ്പോൾ അതിൽ പെയർ ചെയ്യാൻ വേണ്ടിയുള്ളൊരു വൈമനസ്യം. പക്ഷെ എന്നെ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട്. ജ്യോതിർമയി ആദ്യമായിട്ട് ഞാൻ ഒരു ഹീറോ പടം ചെയ്യുമ്പോൾ ജ്യോതിർമയി എൻ്റെ കൂടൊപ്പം അഭിനയിക്കാന്ന് പറഞ്ഞു. അതുപോലെ തന്നെ പ്രിയങ്ക വെയിലിലേക്ക് അഭിനയിച്ച് തമിഴ്നാട് സ്റ്റേറ്റ് അവാർഡ് കിട്ടിയ ആ കുട്ടി അഭിനയിച്ചു. പിന്നെ കനിഹ അഭിനയിച്ചു. അപ്പോൾ നമ്മളെന്ന വ്യക്തിയുടെ സ്റ്റാർ വാല്യൂ അല്ല, ക്യാരക്ടറാണ് വലുതെന്ന് കാണുന്ന ആൾക്കാരും ഉണ്ട്. ഇത് 2 പ്ലസ്സും ഉണ്ട്. ഇത് ഓരോരുത്തരുടെ വ്യക്തിപരമായ കാര്യങ്ങളാണ്. അതിൽ നമ്മൾ ചോദ്യം ചെയ്യാൻ നമുക്ക് യോഗ്യതയില്ല. അന്ന് പ്രിയാമണി പറഞ്ഞ ഉത്തരം എന്താണെന്നറിയോ? കേട്ടിരുന്നത് ഇല്ല. പ്രിയമണി പറഞ്ഞ ഉത്തരം ഞാൻ കണ്ടിരുന്നു. എന്താണ് അത്? തൃപ്തനാണോ? അതിന് ഞാൻ വലിച്ചു നീട്ടാൻ ആഗ്രഹിക്കുന്നില്ല. അത് എന്താ സത്യാവസ്ഥ എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഷാജോൻ കാണണം. എനിക്കൊന്ന് കാണണം. അവിടെ നിന്ന് മുളക് തേക്കാനുള്ള പരിപാടിയാണ്. വിത്ത് ഓൾ ഡ്യൂ റെസ്പെക്ട് ടു ടിനി, I have worked with him. പക്ഷേ ഞാൻ സെയിം തിങ് പറഞ്ഞു. ഇപ്പോൾ ഇരിക്കുന്ന അവസ്ഥയിൽ ഞാൻ ഇങ്ങനെ ടിനിയുടെ ഓപ്പോസിറ്റ് ഞാൻ അഭിനയിച്ചാൽ എനിക്ക് കുഴപ്പമില്ല, ഞാൻ അഭിനയിക്കും. പക്ഷേ നാളെ ബാക്ക്ലാഷ് വരുന്നത് എനിക്കാണ്. ബിക്കോസ് നാളെ മീഡിയ ഇതൊക്കെ ഫിലിം ഇത് കാണുമ്പോൾ തീർച്ചയായിട്ടും ഐ നോ ഫോർ എ ഫാക്ട് ദാറ്റ് മീഡിയ വന്നിട്ട് ഇങ്ങനെ ഒരു ദേ വിൽ റൈറ്റ് എ സ്റ്റേറ്റ്മെൻറ്റ് സെയിങ് ദാറ്റ് പ്രിയാമണി വന്നിട്ട് ഒരു നാഷണൽ അവാർഡ് ആക്ടറാണ്, മോഹൻലാലും മമ്മൂട്ടിയുടെ ഓപ്പോസിറ്റും ഓർ ഹൂ എവർ യു സേ ദ ടോപ്പ് ആർട്ടിസ്റ്റ് കൂടെ അഭിനയിച്ച ഒരു ആർട്ടിസ്റ്റ് വന്നിട്ട് ഇപ്പോൾ വൈ ഹസ് ഷീ റെഡ്യൂസ് ടു വർക്കിംഗ് വിത്ത് എ പേഴ്സൺ ലൈക്ക് ടിനി ഹൂ ഇസ് നോട്ട് ആ ലീഗൽ അല്ലാത്തൊരു സ്റ്റാറിന് എന്തിനാ വൈ ഈസ് ഷീ ആക്ടിങ്ങിന് ഒരു പക്ഷേ ചോദിക്കാൻ ഒരു ഇതുണ്ട്. ദർ ഈസ് എ ചാൻസ്. അപ്പോൾ ഡു ഐ റിയലി നീഡ് ദാറ്റ് അറ്റ് ദിസ് പോയിന്റ്? ഇപ്പോൾ വേണമെങ്കിൽ ഐ ക്യാൻ തിങ്ക് അബൌട്ട് ഇറ്റ് എ ലിറ്റിൽ ലേറ്റർ. പക്ഷേ അറ്റ് ദിസ് പോയിന്റ് എനിക്ക് എൻ്റെ കരിയർ നോക്കണമല്ലോ. അതിലെന്തെങ്കിലും ടിനിയെ നമുക്ക് മാറ്റി നിർത്താം. എൻ്റെ ഷാജോണ്ട് ചോദിക്കാം. ടിനിയുടെ സങ്കടം, ദുഃഖം, പരാതി കണ്ടു. അതിനോടുള്ള പ്രിയാമണിയുടെ പ്രതികരണം കണ്ടു. എന്താ ഷാജോൻ ഒരു ജഡ്ജാണ് എന്ത് പറഞ്ഞത്? ഞാൻ പറയുന്നത് സാറേ, ഓരോരുത്തർ സിനിമ തിരഞ്ഞെടുക്കുന്ന അവരവരുടെ ഇഷ്ടം തന്നെയാണ്. ഇതിപ്പം ടിനി ആ മെസ്സേജ് കണ്ടതുകൊണ്ടാണ് ടിനിക്ക് ഫീൽ ചെയ്തത്. എനിക്ക് തോന്നുന്നു ഇപ്പം ടിനി ആ മെസ്സേജ് കണ്ടിട്ട് എനിക്ക് ഇത്ര ഫീൽ ചെയ്യില്ല. അപ്പം ടിനിയോട് പറയാണ് പ്രിയാമണി നമ്മൾ വിളിച്ചിരുന്നു, പക്ഷേ പ്രിയാമണിക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞു. ഓക്കെ ആണത്. പക്ഷേ ആ ടിനി ആ മെസ്സേജ് അവർ കാണിച്ചു. ആ ടിനി ആ മെസ്സേജ് കണ്ടതുകൊണ്ടാണ് ടിനിക്ക് വിഷമമായത്. മനസ്സിലായില്ലേ? പിന്നെ ഇപ്പം നമ്മളിപ്പോൾ തന്നെ ഒരു സിനിമ ഒരാൾ നമ്മളോട് വന്ന് കഥ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ സിനിമയിൽ നോക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ടാവാം. അതിൽ കാസ്റ്റ് നോക്കും, ഡയറക്ടർ നോക്കും, പ്രൊഡ്യൂസർ നോക്കും, നമ്മുടെ ക്യാരക്ടർ നോക്കും, നമുക്ക് തരുന്ന റെമ്യൂണറേഷൻ എങ്ങനെ ഉണ്ടെന്ന് നോക്കും. ക്യാരക്ടർ നല്ലതാണെങ്കിൽ നമ്മൾ റെമ്യൂണറേഷൻ നോക്കുകയില്ല. ക്യാരക്ടർ വളരെ മോശമായിട്ട് നമ്മളൊരു 10-40 ദിവസം കൊടുക്കണമെന്ന് പറയുകയാണെങ്കിൽ നമ്മൾ റെമ്യൂണറേഷൻ നോക്കും. അങ്ങനെ പല കാര്യങ്ങളുണ്ട്. അപ്പം അങ്ങനെ പല ആർട്ടിസ്റ്റുകളും അങ്ങനെ പല കാര്യങ്ങളും നോക്കുന്നുണ്ട്. ഇപ്പം ആരോ വിളിച്ച് ടിനി തന്നെ പറഞ്ഞില്ല, ആരോ വിളിച്ച് ചോദിച്ചു. അപ്പം എനിക്ക് തോന്നുന്നു പ്രിയാമണിക്ക് ചിലപ്പോൾ അതിൻ്റെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. ഈ പ്രിയാമണിയെ ഗൈഡ് ചെയ്ത ആളുടെ ഒരു കുഴപ്പമുണ്ടായിരിക്കാം. അതാരാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ അയാൾക്കൊരു പക്ഷേ ടിനിയോട് എന്തെങ്കിലും ദേഷ്യമോ കാര്യങ്ങളൊക്കെ ഉണ്ടാവാം. അപ്പോൾ അതുകൊണ്ടായിരിക്കും ഇപ്പോൾ ഈ ടിനി പറഞ്ഞുള്ള അറിവാണ്. ആരെ ഫോൺ ചെയ്തു 2 മണിക്കൂറിന് ശേഷം പറയാമെന്ന് പറഞ്ഞിട്ട് പിന്നെ മെസ്സേജാണ് വന്നതെന്ന് പറഞ്ഞു. ഇത് ഉറപ്പിച്ച കാര്യമായിരുന്നു. അപ്പോൾ വെറുതെ അഡ്വാൻസ് കൊടുക്കാൻ വേണ്ടി മാത്രം അവർ പോയത് എല്ലാം എന്ന് പറഞ്ഞിട്ട്. പക്ഷെ ആ സമയത്ത് പിന്നെ ഒരു ഗ്യാപ്പ് അവർ ചോദിച്ചു. ഒരുപാട് പാരങ്ങളുണ്ടല്ലേ. പിന്നെ ഇതിലൊന്നും എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇതൊന്നും നോക്കിയിട്ട് കാര്യമില്ല സാർ. നമ്മൾ നമ്മുടെ കാര്യങ്ങൾ ചെയ്ത് നമ്മൾ മുന്നോട്ട് പോവാം. നമുക്ക് വരേണ്ട കാര്യങ്ങളും നമ്മുടെ തല എഴുതി വെച്ചിട്ടുള്ളത് നമുക്ക് വരും. നമ്മൾ ആരും ഡിപ്പെൻഡ് ചെയ്യണ്ടെന്നുള്ളത് തന്നെയാണ്. തീർച്ചയായും ഒരു സംശയമില്ല കാര്യത്തിൽ. നമ്മളിപ്പോൾ പറഞ്ഞില്ല, ഇപ്പോൾ ഒരാളെ കിട്ടിയില്ല എന്ന് പറഞ്ഞ് ഒരിക്കലും ഒരു നല്ല സിനിമ മോശമാവില്ല. ഇപ്പം ആരില്ല എന്ന് പറഞ്ഞാലും ഒരു നന്നാവേണ്ട ഒരു സിനിമ ഒരിക്കലും മോശമാവില്ല. അവർ തന്നെ ആയിരുന്നു അങ്ങനെ ആവില്ല. ഒരു നന്നാവേണ്ട ഒരു സിനിമ
അങ്ങനെയാണ് വിധിയെങ്കിൽ അത് തീർച്ചയായിട്ടും ഉണ്ടാവും. ഷാജോൺ എന്നാൽ പോലും ടിനി ഒരു ദുർബല ഹൃദയമുള്ള ആളാണ്. എനിക്ക് ആ ഒരു 10 മിനിറ്റ് വിഷമമുണ്ടായിരുന്നു. സാർ, ആ മെസ്സേജ് ഇപ്പൊ ഞാൻ കണ്ടാലും എനിക്കാണെങ്കിലും വിഷമം തോന്നും. ഇതുപോലൊരു ഷോയിൽ ഞാനാണ് ചോദിക്കുന്നെങ്കിൽ ഞാനാണല്ലോ അങ്ങനെ ഓപ്പൺ ആയിട്ട് ചോദിക്കും. അത് സത്യമാണ്. അതിപ്പം എനിക്ക് തോന്നുന്നു സാറാണല്ലോ ഒക്കെ നമുക്കൊരു ഫീൽ വരും. ഒരുപക്ഷെ ഇനി അങ്ങനെ ഒരു മെസ്സേജ് വേണമെങ്കിൽ പ്രിയാമണി അയക്കുന്നുണ്ടാവില്ല. ഇനി കുറച്ചുകൂടി ഡിപ്ലോമാറ്റിക് ആയിട്ടായിരിക്കും വേണമെങ്കിൽ അവർ റോളിൽ നിന്ന് മാറുന്നത്. എല്ലാം വ്യക്തിപരമാണ്. അവർക്ക് സ്വാതന്ത്ര്യമുണ്ട്. നമ്മളൊരു സ്വതന്ത്ര രാജ്യത്താണ് ജീവിക്കുന്നത്. എങ്ങനെ വേണമെങ്കിലും പെരുമാറാം. അന്യന്റെ മൂക്ക് തുടങ്ങുന്നിടത്തുനിന്ന് സ്വാതന്ത്ര്യം തീരും. അപ്പോൾ എന്ത് വേണമെങ്കിലും ആവാം. ഷാജോൺ പറഞ്ഞൊരു കാര്യമുണ്ട്, അതായത് ഗൈഡ് ചെയ്തായിരിക്കുന്നു. ഗൈഡ് ഉദ്ദേശിക്കുന്നത് മിസ് ഗൈഡ് ചെയ്യായിരിക്കും അല്ലേ? ആയിരിക്കും, തീർച്ചയായും. എനിക്ക് അങ്ങനെ തോന്നുന്നു. അങ്ങനെ ഒരുപാട് പാര ഉണ്ടോ? ചിലപ്പോൾ നല്ലതായിരിക്കില്ല ഇത്. എന്നോടൊപ്പം ഈ വെറുതെ സ്റ്റാർ വാല്യൂ കുറയണ്ട, അത് നല്ലതാണ്. നമ്മുടെ ഭാഗത്തു നിന്ന് നമ്മൾ നോക്കുന്നു, അവരുടെ ഭാഗത്ത് നോക്കുമ്പോൾ അത് ശരിയല്ലേ? അങ്ങനെ മനസ്സിലാക്കണം. നമ്മളെ വിട്ടിപ്പോ താങ്കളിപ്പോ അവരുടെ കൂടെ കൂടിയോ? ഈ തിരികെ നമ്പാൻ പറ്റില്ല കേട്ടോ. ഇപ്പൊ നമ്മള് അങ്ങോട്ട് പോയി. അല്ല, അവരുടെ ഭാഗത്തുനിന്ന് ഞാൻ എന്റെ കല്ലിൽ മാത്രം വെറുതെ അല്ല. ആൽബർട്ട് സ്കൂളിൽ നിന്ന് കോളേജിലെത്തിയപ്പോൾ ഞാനത് പറയാൻ തുടങ്ങി. ആയത് സൗഹൃദങ്ങള് ടിനി സിനിമയില് വളരെ അത്യന്താപേക്ഷിതമാണ്. ഒരുപക്ഷെ നിങ്ങൾക്കൊരു റോള് കിട്ടുന്നത് വേണമെങ്കിൽ ഒരാളുടെ റെഫറൻസ് ആയിരിക്കും. അതേസമയം റോള് പോകുന്നതും ഒരാളുടെ റെഫറൻസ് ആവും. ഒരുപാട് പാരകൾക്കുള്ള സാധ്യതകളും ഈ പറഞ്ഞ പോലെ കുതികാൽ വെട്ട്, പിൻകാൽ വെട്ട് എല്ലാം ഉള്ള സ്ഥലമാണ്. അനുഭവിച്ചിട്ടുണ്ടോ കുറച്ച്? അതൊരു നമ്പറൊക്കെ പറഞ്ഞാൽ മതി നമുക്ക് പറയാൻ. അതായത് ഈ അടുത്ത് അനൂപ് മേനോന്റെ അടുത്ത് പറഞ്ഞു, നിന്നെ കാലിഫോർണിയയിൽ വിളിക്കാൻ നേരത്തെ ഒരു കൺട്രോളർ പറഞ്ഞു, വെറുതെ നമ്പറാ പറഞ്ഞത്, ടിനിനെ വിളിക്കണമെന്ന് പറഞ്ഞപ്പോ 15 കേട്ടാ പറയണത്, വെറുതെ നമ്പർ പറഞ്ഞിട്ട് പോയി. ഞാനൊന്നും പറഞ്ഞില്ല. നമ്പർ തന്നെ വേണമെന്നില്ല സാർ, ഒരൊറ്റ മതി. ടിനിയെ വിളിച്ചാലെന്ന് ചോദിച്ചാൽ ടിനിയെ വിളിച്ചാലേ ഈ ഒറ്റ മൂളിച്ചാൽ മതി. ഡയറക്ടറുടെ മനസ്സ്. എന്റെ അടുത്ത സുഹൃത്താണ് അനൂപ്. എന്നെ വിളിച്ചു പോലും ചോദിച്ചില്ല, ഒന്നുമില്ല. അത് ഈ ടാക്സി ചെയ്യുമ്പോഴാണ് ഞാൻ അത് സോൾവ് ചെയ്തത്. അതായത് 15 ലക്ഷം എന്താ എനിക്ക് അതായിരിക്കും ഉദ്ദേശം. എന്തായിരിക്കും പറഞ്ഞ അത്രയൊക്കെ മേടിക്കുന്നില്ല. ഇല്ല, നമ്മളങ്ങനെ ഇന്നത് തന്നാലോ അഭിനയിക്കുന്നു ഇതൊരു കാര്യത്ത് പറഞ്ഞിട്ടുമില്ല. പൈസ ഒരു മാനദണ്ഡമല്ല. അല്ലല്ല, ഞാൻ അടുത്ത് പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് സിനിമ. തീർച്ചയായിട്ടും സാറിന്റെ കൂടെ ഞാൻ അഭിനയിച്ചല്ലോ. 300 രൂപയും 350 രൂപയും സ്റ്റേജ് മേടിച്ച് മിമിക്രി ചെയ്ത് നടന്നുകൊണ്ട ആൾക്കാരല്ല സാർ. അപ്പം നമ്മൾ എൻ്റെ അറിവില്ല, ഞങ്ങൾ ഒരുമിച്ച് അഭിനയിക്കുന്നവരാണ്. ഞങ്ങൾ കൺട്രോളർമാർ പറഞ്ഞു കേട്ടിട്ടുണ്ട്, നമ്മൾ ഒരിക്കലും ഇത്ര രൂപ കിട്ടിയാൽ അഭിനയിക്കുന്നൊന്നുമില്ല എന്ന് പറഞ്ഞ് നമ്മളെ പറ്റിക്കാൻ നോക്കുകയാണെന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാവും. അപ്പം നമ്മൾ കറക്റ്റായിട്ട് പറയുകയും ചെയ്യും. നമ്മൾക്ക് കോഴ്സ് ഇറക്കാൻ പാടില്ല. അതെ അതെ അല്ലേ? അതിന് ശ്രദ്ധയാണ്. അത് നമ്മൾ അങ്ങനെ നിന്ന് കൊടുത്താൽ നമ്മൾ വിഡ്ഢികളായി പോകും. നമ്മൾ എന്താണെന്നുള്ളത് നമുക്കറിയാം, അവരും നമ്മളെ തിരിച്ചറിയണം. ടിനി, സൗഹൃദങ്ങൾ ഒരുപക്ഷെ സിനിമയിലാണ് ഏറ്റവും കൂടുതൽ സൗഹൃദം ഇല്ലാത്തത് എന്ന് ആൾക്കാരെ പറയാം. സൗഹൃദങ്ങളില്ല, എല്ലാം അതത് സമയത്തെ സൗഹൃദങ്ങൾ മാത്രമാണ്. അത് കഴിഞ്ഞാൽ തീർന്നു. ഷാജോൺ അങ്ങനെ അനുഭവപ്പെട്ടിട്ടുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. ആ സമയത്ത് മാത്രമേ ഉള്ളൂ സൗഹൃദം. ആ സമയത്ത് മാത്രം. നമ്മളൊരു സിനിമയുടെ ലൊക്കേഷനിൽ ഒരു 20 ദിവസം ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെയുള്ളവർ ഭയങ്കര കമ്പനി ആയിരിക്കും. എന്നും രാത്രി ആ 20 ദിവസം വളരെ 20 ദിവസം ഭയങ്കര എൻജോയ്മെന്റ്. 21ാമത്തെ ദിവസം തീർന്നു. അത് കഴിഞ്ഞ് അടുത്ത ലൊക്കേഷനിൽ പിന്നെ അവരുമായിട്ട് പിന്നെ വളരെ ചുരുക്കം ആൾക്കാരെ ഉണ്ടാവുള്ളൂ. പിന്നെ ഇടയ്ക്കൊന്ന് ഫോൺ ചെയ്ത് അല്ലെങ്കിൽ ഒരു മെസ്സേജ് ചെയ്ത് എന്തുകൊണ്ട് വിശേഷം, ഇപ്പോൾ ഏത് വർക്കാണ്, എവിടെയാണെന്നുള്ള കാര്യങ്ങളൊക്കെ അന്വേഷിക്കുന്ന വളരെ ചുരുക്കം ചില ആൾക്കാരെ എൻ്റെ സിനിമയത്ത് ഞാൻ പരിചയപ്പെട്ടിട്ടുള്ളൂ. ബാക്കിയുള്ള എല്ലാം ഇങ്ങനെ. അതൊരു ദോഷമല്ല സാറേ. അതിപ്പം ടിനിയുടെ അത്ര ഉയരമുള്ള ഒരാളെ ഞാൻ കൊണ്ടുവരട്ടെ. ഹായ്, നമസ്കാരം ടിനി ടോം. നമസ്കാരം ഷാജോൺ. ഞാനും ആ സീറ്റിലിരുന്ന് അദ്ദേഹത്തിൻ്റെ കുറച്ച് ചോദ്യങ്ങൾക്ക് ഉത്തരം പറഞ്ഞിട്ടുള്ളതാണ്. നിങ്ങൾ വെട്ടി വേർക്കുന്നില്ല എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. എൻ്റെ ആദ്യത്തെ ചോദ്യം എൻ്റെ കൂട്ടുകാരനായ ടിനി ടോമിനോടാണ്. ചോദ്യം വേറൊന്നുമല്ല, ഇത് തന്നെയാണ്. എന്നെ ഏറ്റവും കൂടുതൽ എടുത്തുകൊണ്ട് നടന്നിട്ടുള്ളത് ഒരാൾ ടിനിയാണ്. അതിൽ യാതൊരു സംശയമില്ല, നമ്മുടെ പ്രേക്ഷകർക്കും അറിയാം. എന്നെ ഒരുപാട് നായികമാരെ എടുത്തുകൊണ്ടൊക്കെ ഈ സിനിമയിലൊക്കെ അഭിനയിക്കുന്ന സമയത്ത് ഇടയ്ക്കൊക്കെ എൻ്റെ ചെവിയിൽ എനിക്ക് നിന്നോട് അസൂയ തോന്നിയിട്ടുണ്ട് എന്ന് നീ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എൻ്റെ സ്ഥാനത്ത് നീയാണെങ്കിൽ നിന്നെ ഏത് നായിക എടുക്കണം എന്നാണ് നിൻ്റെ ആഗ്രഹം? അതാണ് എൻ്റെ ചോദ്യം. മുതലല്ലേ? കുടുംബം കലക്കാനുള്ള പരിപാടിയാണ്. അതല്ലേ ഇപ്പോൾ ഷാജോൻ പറയുന്നത്? എടുക്കണം ആഗ്രഹമുള്ളത്. ഷാജോൻ പറയില്ല. ഇല്ല, ഷാജോൻ പറയില്ലേ? എടുക്കണമെന്ന് ആഗ്രഹമൊന്നും ആഗ്രഹം. ഉത്തരം പറയാതിരിക്കാലും പറഞ്ഞു. ഉത്തരം പറഞ്ഞില്ലെങ്കിൽ ഇവിടുന്ന് എഴുന്നേപ്പിച്ച് വിട്ടേക്കരുത് പറഞ്ഞേക്കുന്നത്. പറയാമണി വെറുതെ അല്ല നെഞ്ചിൽ ഇത്രത്തോളം കൊണ്ടത്.
ഇത് ശരിക്കും അല്ല, ഇതിപ്പോ ടിനിയുടെ തട്ടിപ്പാ വെച്ചാല് നമ്മളിത് തമാശക്കാരെന്ന് എടുക്കുകയും ചെയ്യണം, എന്താ ഉള്ളത് പറയുകയും ചെയ്യണം. പ്രിയാമണി കാണുമ്പോൾ അവർക്ക് മനസ്സിലാവുകയും ആ, മനസ്സിലാവണം. അങ്ങനെ ആയിരിക്കണമല്ലോ ഈ ഒരു പരിപാടിയിൽ ഉത്തരം പറയേണ്ടത്. ഇനി എനിക്കൊരു ചോദ്യം ചോദിക്കാമോ? രണ്ടാമത് എടുക്കാൻ ആഗ്രഹിക്കുന്ന നടി ഏതാണ്? നടിയോ? ആ, ടൈറ്റാനിക്കിലെ നായികരാണ് വിൻസ്ലെറ്റ്. ആ, ഇനി വേറെ കുറെ പേരുടെ പേര് പറയാം. ജെന്നിഫർ ലോപ്പസ്, ഷാജോടെ മലയാളത്തെ നടികളുടെ പേര് പറയാൻ പറ. മലയാളത്തിലെ ആരെയാണ്? അവരാരെ കൊണ്ട് എടുപ്പിക്കണ്ട. അതൊരു ശരിയല്ലാത്തൊരു പ്രയോഗം കേട്ടോ അത്. സത്യം പറ, കള്ളത്തരം പറയപ്പെടുമല്ലോ. ടിനിയുടെ മുഖം ഒന്ന് കോടും ഇങ്ങോട്ട്. ഇല്ല സാറേ, അത് ഈ മറ്റേ നോക്കൂലി മാത്രം കിട്ടിയാൽ മതി, നമ്മളെ എടുക്കണ്ട, ലോഡ് ചെയ്യണ്ട. പക്രുവായിട്ടുള്ള ടിനിയുടെ ഒരു രസം എന്താണ്? രസമൊന്നും കോമ്പറ്റീഷൻ ഇല്ല. എനിക്ക് കിട്ടേണ്ട വേഷം അവന് ചെയ്യാൻ പറ്റില്ല, അവന് കിട്ടേണ്ട വേഷം എനിക്കും ചെയ്യാൻ പറ്റില്ല. അതാണ് നിങ്ങൾ ഇവിടെ രസം. അത് തമാശയുടെ പേരിൽ പറഞ്ഞാൽ പിന്നെ ഒരു തരത്തിലും നിങ്ങൾക്ക് തമ്മിൽ കോമ്പീറ്റ് ചെയ്യാനും പറ്റില്ല. അതെ അതെ അല്ലേ? അല്ല, ലോകത്തിൽ ഇതുപോലത്തെ ഒരു സംഭവം ഉള്ളൂ. അല്ല, ലോകത്തിൽ ഇങ്ങനത്തെ, അതായത് എനിക്കൊക്കെ കോമ്പറ്റീഷൻ ഉണ്ട്. എനിക്ക് പകരം ഷാജോൺ വരാം, അല്ലെങ്കിൽ ആരെങ്കിലും ഒക്കെ വരാം. ഇവന് പകരം ആര് വരും? ലോക സിനിമയിൽ തന്നെ ആരുമില്ല. ഹോളിവുഡിൽ നിന്ന് കൊണ്ടുവരേണ്ടി വരും. ഈ കഴിവും കൂടി വേണം, പ്രതിഭയും കൂടി വേണം. ഈ വലിപ്പമല്ല ഞാൻ ഉദ്ദേശിച്ചത്. അതോടൊപ്പം വിൽ പവർ. ഞാൻ കണ്ടുപിടിച്ചത്, അവനിൽ നിന്ന് പഠിച്ചത് വിൽ പവറാണ്. കാരണം ഇങ്ങനെ ഇരിക്കുന്ന ഒരു മനുഷ്യൻ എന്തൊക്കെ വെട്ടിപ്പിടിച്ചു. ഞാൻ തമാശക്കായാലും പറയാറുണ്ട്. കാരണം ഗിന്നസ് എന്ന പേരിൽ ആ പുസ്തകത്തിൽ അദ്ദേഹത്തിന്റെ പേരുണ്ട്. എൻ്റെ പേര് ഇപ്പോഴും പലചരക്കടയിലെ പറ്റു പുസ്തകത്തിലാണ്. പലരും വിഷമിച്ചിരിക്കുന്നവർ കണ്ടിട്ടുണ്ട്. നിറവില്ല, എനിക്ക് പൊക്കില്ല, ഇതില്ല. പക്ഷെ ഇവൻ കാണിച്ചു കൊടുത്തതല്ലേ, ഒരു പടം സംവിധാനം ചെയ്തു, എന്നെ മുടി കൊഴിഞ്ഞു എന്നൊക്കെ പറഞ്ഞ ആൾക്കാർ. അങ്ങനെ ഒരുപാട് പേര് അങ്ങനെ ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് ഇരിക്കുമ്പോൾ അവർക്ക് ഒരു വലിയ സന്ദേശം കൊടുക്കുന്ന ഒരാളാണ് ഇത്. അപ്പൊ അദ്ദേഹം സിനിമ സംവിധാനം ചെയ്തത് ഞാൻ എന്തിനാന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ്, ഞാൻ ചെയ്തുകൊണ്ട് ഇപ്പൊ പലരും സംവിധാനം ചെയ്യാൻ മുന്നിലേക്ക് വന്നു. ആദർശ, സലീം കുമാർ ഇവരൊക്കെ ചെയ്തു, ഇപ്പൊ സംവിധാനം ചെയ്തു കഴിഞ്ഞു. അപ്പോ ഇവന് ചെയ്യാമെങ്കിൽ അതൊരു പ്രചോദനമാണ്, അല്ലെ? നമ്മളെ പ്രൊവോക്ക് ചെയ്യുന്ന കാര്യങ്ങളാണ് അവരിൽ നിന്നും ഉണ്ടായിട്ടുള്ളത്. ഒരുപാട് പഠിക്കാനുണ്ട്. ഈ പറഞ്ഞ പക്രു ഒരു വലിയൊരു പ്രതിഭാസമാണ് ആക്ച്വലി. പിന്നെ അസാമാന്യ ബുദ്ധിയും. അതെ അതെ, ബുദ്ധി എന്ന് പറഞ്ഞാൽ പറയാം, കുരുട്ട് ബുദ്ധിയുണ്ട്. അതെങ്ങനെ മനസ്സിലായി സാർ? അതായത് നമ്മൾ ചോദിക്കുമ്പോൾ ആ ചോദ്യത്തിന്റെ അപ്പുറത്ത് കാണുന്നവനാണ് അവൻ. പക്രുവിന്റെ കൂടെ നിങ്ങൾ മത്സരിച്ചിട്ടുണ്ടോ മിമിക്രി വേദികളിൽ? ഇല്ല, ഞങ്ങൾ ഒരുമിച്ച് ഇപ്പം ടിനിയും പക്രവും എനിക്ക് തോന്നുന്നു ഞങ്ങൾ ഒരു മിമിക്രി തുടങ്ങി കഴിഞ്ഞ ശേഷമാണ് ഞാൻ മത്സരിച്ചത്. സീനിയർ ആരാണ് നിങ്ങൾ തമ്മിൽ? ഞാൻ മത്സരിച്ചു. ഞങ്ങൾ ഒരേ ഇതായിരിക്കും. എറണാകുളത്തൊക്കെ ഒന്ന് സമകാലികരാണ്. അതെ അതെ. പക്രു ആ സമയത്തുണ്ട്. പക്രു നമ്മളെക്കാൾ മുന്നേ സ്കൂളിൽ മുതൽ അവൻ പ്രതിഭയായിരുന്നു. പക്രു നമ്മുടെ അപ്പന്റെ കൂടെ ഉണ്ട് അന്ന്. അല്ല, ഈ ഞാൻ യൂണിവേഴ്സിറ്റിയിൽ ഇവനായിട്ട് കോമ്പീറ്റ് ചെയ്തിട്ടുണ്ട്. എറണാകുളം മഹാരാജ് കോളേജിനെ പ്രതികരിച്ച് ഞാനും അവൻ ബസേലിയസിനെ പ്രതികരിച്ചും എറണാകുളത്ത് തന്നെ കോമ്പീറ്റ് ചെയ്തിട്ട് എന്നെ തോപ്പിച്ചിട്ടുണ്ട്. തോപ്പിച്ചു? തോപ്പിക്കുകയും ചെയ്തു. അപ്പൊ ഞാൻ ആദ്യം കണ്ടപ്പോൾ ശ്രദ്ധിച്ചൊന്നുമില്ല, ഇത്രയുള്ള ആദ്യമായിട്ട് കാണുകയാണ്. നിസ്സാരമായിട്ട് കണ്ടു. അവന്റെ അമ്മ വന്ന് ഡ്രസ് ചെയ്യിക്കുന്നു, ഇതെന്താവന എന്നുള്ള രീതിയിൽ നിന്ന്. പക്ഷെ എനിക്ക് ഫുൾ സപ്പോർട്ട് ഉണ്ടായിട്ട് പോലും മഹാരാജാസ് കോളേജിന്റെ മുമ്പിലാണ് മത്സരം നടക്കുന്നത്. ഇവൻ അടിച്ചെടുത്ത് കളഞ്ഞു. എന്തായിരുന്നു ഇവന്റെ നമ്പർ? ട്രെയിനായിരിക്കും. അതെ, ട്രെയിനാണ്. പക്ഷെ അതിന്റെ പെർഫെക്ഷൻ ഇപ്പോൾ ഉള്ളതുകൊണ്ടാണ്. അത് ഭയങ്കര പെർഫെക്ഷനാണ്. ഇപ്പോൾ അന്ന് ട്രെയിൻ കാണിച്ച് യൂണിവേഴ്സിറ്റിയിൽ സമ്മാനം നേടിയെങ്കിൽ ഇന്ന് അതുകൊണ്ട് ലക്ഷങ്ങൾ മേടിക്കുന്നുണ്ട് ആ ട്രെയിൻ കൊണ്ട് തന്നെ. എന്താ ട്രെയിൻ ഒന്ന് പക്രുവിന്റെ ഒന്ന് ആ നമ്പർ എടുക്കാൻ പറ്റുമോ? അത് നമുക്ക് ചെയ്യാൻ പറ്റില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ ഞാൻ അവനെ വിളിക്കുമല്ലോ പരിപാടിക്ക്. അപ്പൊ അന്ന് മുതൽ തോപ്പിച്ചോണ്ടിരിക്കുകയാണ്. അന്ന് സലീം കുമാർ ഉണ്ടായിരുന്നു, സലീം കുമാർ കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു, പക്രു ഉണ്ടായിരുന്നു, ഞാനുണ്ടായിരുന്നു. ഞങ്ങൾ മൂന്നായിരുന്നു 1, 2, 3 സ്ഥാനങ്ങളൊക്കെ നേടിയത്. സലീം നമ്മളെയൊക്കെ കുറച്ച് സീനിയറാണ്. പക്ഷെ പുള്ളി കുറെ ബിസിനസ്സൊക്കെ നടത്തിയതിന് ശേഷം വിദ്യാഭ്യാസത്തിലേക്ക് വന്നത്. സാധാരണ പഠിച്ചു കഴിഞ്ഞിട്ടാണ് നമ്മൾ ഈ ബിസിനസ്സിൽ പോകുന്നത്. പുള്ളി ബിസിനസ് കഴിഞ്ഞിട്ടാണ് പഠിക്കാൻ വന്നത്. പക്ഷെ പക്രു ഒരു പ്രതിഭാസമാണ്. മാത്രമല്ല ഒരു കാലഘട്ടത്തിൽ പക്രുവിനെയും ടിനിയെയും കൂടെ ഒരുമിച്ച് കാണാനാണ് ഒരുപാട് ആൾക്കാർ ആഗ്രഹിച്ചത്. നിങ്ങൾ തമ്മിൽ ചേരുമ്പടി ചേർക്കുക എന്നുള്ളതായിരുന്നു. പക്രുവിനെ എടുക്കാൻ ഒരാളെ കിട്ടിയെന്നുള്ള കാര്യം വേറെ. എന്നുവെച്ചാൽ ഈ സംഘാടകർക്ക് വളരെ ആ പണി ഒരാളുടെ തല വെച്ച് കൊടുക്കാം. ഒരുപക്ഷെ നിങ്ങൾക്ക് ജീവിതത്തിൽ ഒരുപാട് അനുഭവങ്ങൾ നിങ്ങൾ രണ്ടുപേരും തമ്മിലുള്ള ഒരു കെമിസ്ട്രിയിൽ നിന്നുണ്ടായിട്ടുണ്ടാവും അല്ലേ? ഒരുപാട് തമാശകൾ ഒരുപാടുണ്ട്. ഒരു പുസ്തകം എഴുതാൻ മാത്രമുള്ള അല്ല, നമ്മൾ ചെയ്തിരുന്നത് തന്നെ അവൻ തമിഴിൽ കൊണ്ടുപോയിട്ട്. ഞാനൊരു സിനിമയുടെ പ്രിവ്യൂ കാണാൻ പോയപ്പോൾ, ഡിഷ് എന്ന് പറഞ്ഞ പടത്തിന്റെ പ്രിവ്യൂ കാണാൻ പോയപ്പോൾ അതിൽ ഉപയോഗിച്ചിരിക്കുന്ന തമാശകളൊക്കെ ഞങ്ങൾ തമ്മിൽ ചെയ്തിട്ടുള്ള തമാശകളാണ്. അവിടെ നിറഞ്ഞ കൈഡിയായിരുന്നു അതിന്. അപ്പോൾ
യഥാർത്ഥത്തിൽ ഇത് ലോക മലയാളികൾ കണ്ട് ഇഷ്ടപ്പെട്ട, അതായത് ടോം ആൻഡ് ജെറി എന്നൊക്കെ പറയുന്നത്, രണ്ട് വൈരുദ്ധ്യങ്ങൾ കാണാൻ എല്ലാവർക്കും ഇഷ്ടമാണ്. രണ്ട് കോയിൻ്റെ രണ്ട് വശമാണ് ജീവിതത്തിൻ്റെ. കാരണം ഒരാൾ 6 അടി, ഒരാൾ 2.5 അടി എന്ന് പറയുമ്പോൾ ഈ നെഗറ്റീവും പോസിറ്റീവാണ്. ഒരു ബൾബ് കത്തണം അങ്ങനെയാണല്ലോ. അവൻ നെഗറ്റീവായിട്ട് നിൽക്കുമ്പോൾ ഞാൻ ചിലപ്പോൾ പോസിറ്റീവും, ഞാൻ പോസിറ്റീവും, അവൻ നെഗറ്റീവും. അതൊരു ഫോർമുലയായിരുന്നു. അത് സ്റ്റേജിൽ വിജയമായിരുന്നു, മിനി സ്ക്രീനിൽ വിജയമായിരുന്നു. ഇനിയൊരു ബിഗ് സ്ക്രീനിൽ അങ്ങനെ ഒരു വിജയിപ്പിക്കണമെന്നുള്ള ചിന്തയുമായിട്ടാണ് ഞങ്ങളിരിക്കുന്നത്. അതിന് ഷാജോണൊരു വേഷം ഉണ്ടാവില്ലേ? ഷാജോണാണ് ശരിക്കും അതിന് ഇവനെക്കുറിച്ച് പറയാൻ ഉണ്ടാവുമല്ലോ. ഷാജോണാണ് ഇത് പ്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത്. അല്ല, പക്രുവിനെ ആദ്യം പ്രൊഡ്യൂസ് ചെയ്തെന്നു. ഞങ്ങൾ ഒരുമിച്ച് കോട്ടയത്ത് ഇതിനു മുമ്പ് എത്തി. നിങ്ങൾ കോട്ടയംകാരാണ്? ഞങ്ങൾ ഒരുമിച്ച് വീടിന് അടുത്തടുത്തായിരുന്നു. അപ്പോൾ എനിക്കൊരു ബുള്ളറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ ബുള്ളറ്റിന് ഫ്രണ്ടിൽ ഇവനെ ഇരുത്തി ഞാൻ ഓടിക്കും. നമ്മുടെ നസീർ സംക്രാന്തി എന്ന് പറഞ്ഞൊരു മിമിക്രി ആർട്ടിസ്റ്റ് ഉണ്ട്, കേരളയിൽ ഇപ്പോൾ ഷോ ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. നസീറൊക്കെ ഉണ്ടാവും. ഞങ്ങൾ 3 പേരായിരുന്നു ഈ മാട്ടാ പരിപാടി എന്ന് പറയും. ചെറിയ ചെറിയ പ്രോഗ്രാംസുകളാണ്. അല്ല, ഇവൻ പിടിക്കുന്ന പ്രോഗ്രാമാണ്. പിടിക്കുന്നൊക്കെ ഇവനാ. ആ കാര്യത്തിലൊക്കെ എടുക്കനാ. കഥാപ്രസംഗത്തിനിടയ്ക്ക് മിമിക്രി. അത് ഞാനും എൻ്റെ ചേട്ടനുണ്ട് ശുഭിച്ചാൻ വന്നില്ല, ഞാനും ശുഭിച്ചാനും ഒക്കെ ആയിരുന്നു ആദ്യം തുടങ്ങുന്നത്. അപ്പോൾ ഇവൻ്റെ കഥാപ്രസംഗമുണ്ട്. ഇപ്പോൾ ഇവനെ കാണുമ്പോൾ എല്ലാവരും ഭയങ്കര കോമഡി കഥാപ്രസംഗം. ഇവൻ അങ്ങോട്ട് കയറിയിട്ട് അമ്മ എന്നൊക്കെ പറഞ്ഞൊരു പാട്ടുമൊക്കെ പാടി കരഞ്ഞ് ഒരു മണിക്കൂർ കഥാപ്രസംഗമാണ്. അത് ഗംഭീര കഥാപ്രസംഗമുണ്ടോ? പക്രുവിനെ അനുകരിക്കുകയാണ് ഷാജോൻ. എങ്ങനെ അനുകരിക്കും? അയ്യോ, എനിക്ക് അറിഞ്ഞു. പക്രുവിനെ അനുകരിക്കുന്ന ലോകത്ത് ആരുമില്ല, അതല്ല അവന് കോമ്പറ്റീഷൻ ഇല്ലാത്തത്. അല്ല, എന്നാലും നിങ്ങളൊരു മിമിക്രി താരം നിലയിൽ പക്രുവിനെ അനുകരിച്ച് നോക്കിയാൽ എങ്ങനെ വരും? അവനെ അനുകരിക്കാൻ പറ്റില്ല. ഒരുപാട് താഴേക്ക്. അവന്റെ ചില വർത്താനങ്ങളുണ്ടല്ലോ, വലിയ അമ്മാവന്മാരൊക്കെ വർത്താനം പറഞ്ഞാല്. അത് ഒരു ഷൂട്ടിംഗ് സ്ഥലത്ത്, അതായത് അവൻ സംവിധാനം ചെയ്യുന്ന ചിത്രം നടന്നുകൊണ്ടിരിക്കുമ്പോൾ അവനിങ്ങനെ ഇരിക്കുകയാണ് മൈക്ക് പിടിച്ച്. അതൊരു കമാൻഡിങ് പവറാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അത് അപ്പൊ ഇത്രയും പേര്, കുറെ ആൾക്കാർ കാണാൻ വന്ന് നിൽക്കുമ്പോൾ ഒരുത്തൻ മൊബൈലിൽ ഇങ്ങനെ ഫോട്ടോ എടുക്കുകയാണ്, ഇങ്ങനെ എടുത്തോണ്ടിരിക്കുക, ഷൂട്ട് ചെയ്തോണ്ടിരിക്കുക. ഇവൻ മൈക്കിൽ കൂടി പറഞ്ഞു, ഇനി ആ മൊബൈൽ ഓഫ് ചെയ്തില്ല ഞാൻ അങ്ങോട്ട് വരുവേ എന്ന് പറഞ്ഞു. അതിൽ പേടിച്ചു വരും. പറഞ്ഞത് ഇവനാണെന്നോ അല്ലെങ്കിൽ കേട്ടത് അവനാണെന്നോ അവൻ പേടിച്ചു വന്ന് നിർത്തി കളഞ്ഞു. അതാണ് ഒരു പവർ എന്ന് പറയുന്നത്. അസാമാന്യ. അതെ. അപ്പൊ അങ്ങനെയാണ്. അപ്പം യഥാർത്ഥത്തില് ഈ ഷാജോന്റെ ആദ്യകാലത്തെ കഞ്ഞുകൂടിയൊക്കെ നടന്നുകൊണ്ടിരുന്നത് ഈ പക്രു നെറ്റ്വർക്ക് സമ്പാദിക്കുന്ന അല്ലേ, ബുക്കിംഗ്. അങ്ങനെയായിരുന്നു. ഞങ്ങൾ ഒരുമിച്ച് കുറേ പ്രോഗ്രാം ചെയ്തിരുന്നു കോട്ടയത്ത്. ആ ഏരിയയിലൊക്കെ, എറണാകുളത്തോട്ടൊന്നും ഇപ്പൊ ടച്ച് ചെയ്തിട്ടില്ല. ആ ഏരിയയിലൊക്കെ ഇങ്ങോട്ട് കിടക്കാട്ട് ഇരിക്കുന്നു സമ്മതിച്ചിട്ടില്ല. ഇല്ല. അപ്പൊ ഇവരിവിടെ വേറെ ടീമൊക്കെ ആയിരുന്നു. ഇവര് മറ്റേ ഫെൻസ് ഞാൻ ആരും ഒരു ടീമിലൊന്നും ഉണ്ടായിരുന്നില്ല സാറേ. നമ്മള് ഫ്രീലാൻസ് ആയിരുന്നു. എവിടെ പോകും നമ്മള്? ആരും വിളിച്ചാലും പോകും. 300 rupees അതല്ലേ? ഷാജോൻ പക്ഷെ 350 ചാർജ് ചെയ്തത്. അതവിടെ കോട്ടയത്ത് ഇവിടെ വണ്ടി കാശ്. ഈ സമയത്ത് വരേണ്ട ഒരാളുണ്ട്. ഷാവനെ നമസ്കാരം. പണ്ട് കാലത്ത് നമ്മൾ അമ്പലപ്പറമ്പിലും പള്ളിപ്പറമ്പിലും ഒക്കെ പരിപാടിക്ക് പോകുന്ന ആ കാലഘട്ടം നീ ഓർക്കുന്നുണ്ടോ? അതൊക്കെ എന്ത് രസമായിരുന്നു അന്നത്തെ ആ പോക്കും പരിപാടി കഴിഞ്ഞുള്ള തിരിച്ചുവരവും തട്ടടിക്കുന്നതും. അതൊക്കെ ആ സമയത്ത് നമുക്ക് ഓണത്തിന് ഒരു ദിവസം ഒരു 3 പരിപാടി കിട്ടി. ഒന്ന് കോട്ടയത്ത്, ഒന്ന് പാലായിൽ, പിന്നെ ഒന്ന് ചങ്ങനാശ്ശേരി. ഈ ചങ്ങനാശ്ശേരിയിലെ പരിപാടി രാത്രി 12 മണിക്കാണ് അവരുടെ ടൈം. കോട്ടയത്ത് 7 മണി, പാലാ 9 മണി, ചങ്ങനാശ്ശേരിയിൽ 12 മണി. പക്ഷേ നമ്മളവിടെ ചെന്ന സമയം, ആ സമയത്ത് ആ കമ്മിറ്റിക്കാർ നമ്മളെല്ലാവരെയും കൊണ്ട് വെളുപ്പിനെ 7 മണി വരെ ഇരുത്തി ഒരു ജോലി ചെയ്യിപ്പിച്ച്. അതെന്താന്ന് നീ ഓർക്കുന്നുണ്ടോ? ചുമ്മാ ഒന്ന് ഓർത്ത് നോക്കടാ. നല്ല അനുഭവം അത്. അത് സാർ, അതൊക്കെ ഭയങ്കര അനുഭവങ്ങൾ. അതൊക്കെ 3 ഷോയാണ്. ഒരെണ്ണം കോട്ടയത്ത്, ഒരെണ്ണം പാലായിൽ, ഒരെണ്ണം ചങ്ങനാശ്ശേരി ചിങ്ങവന ഏരിയയിലുണ്ടാന്ന് തോന്നുന്നു. അപ്പോൾ ആദ്യം 7 മണിക്ക് 1 മണിക്കൂർ പ്രോഗ്രാമല്ലേ, ചെറിയ ഈ പറഞ്ഞ പോലെ മാട്ടാ പ്രോഗ്രാമുള്ളൂ. 1 മണിക്കൂർ മതി. അത് കഴിഞ്ഞുകൊണ്ട് പാലാ ഇപ്പുറത്തെങ്ങാണ്ട് ചെന്നിട്ട് അവിടെ ഒരു 1 മണിക്കൂർ, 9 മണിയാവും, 10 മണിയാകും കഴിയും, നേരെ 12 മണിക്ക് ഇവിടെ ചെയ്ത് കഴിഞ്ഞാൽ 3 ഷോ, 3 പ്രോഗ്രാം ഒരു ദിവസം ചെയ്യാം എന്നുള്ളൊരു പ്ലാനിങ്ങിലായിരുന്നു പിടിച്ചത്. നമ്മുടെ അലക്സും ഈ നസീർ സംക്രാന്തിയൊക്കെ കൂടിയാണ് പിടിച്ചത്. പക്രു ഉണ്ട് അതിന് പരിപാടിക്ക്. അപ്പം ആദ്യം തന്നെ പൊളിഞ്ഞു. കാര്യം ആദ്യം പ്ലാൻ ചെയ്ത് 7 മണിയുണ്ടല്ലോ, അത് തുടങ്ങിയപ്പോൾ തന്നെ 9:30 ആയി. അപ്പം തന്നെ അടുത്ത് കഴിഞ്ഞുള്ള പ്രോഗ്രാമുകളൊക്കെ പ്രശ്നമായി. ഈ ലാസ്റ്റ് ഷോ എന്ന് പറയുന്നത് ചിങ്ങവനത്താണ്. ഒരു പ്രശ്നമുള്ള ഏരിയ, ഒരു ക്ലബിൻ്റെ പരിപാടിയാണ്. അവിടെ 12 മണിക്ക് വെച്ചിരുന്നത്. ഞങ്ങൾ അവിടെ ചെല്ലുമ്പോൾ 3 മണിയായി. അപ്പം ഞങ്ങൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ചങ്ങനാശ്ശേരി ഞങ്ങളുടെ സുഹൃത്തുണ്ട് സന്തോഷം എന്ന് പറഞ്ഞിട്ട്, ചെറിയ മിമിക്രിക്കാരനാണ്. അപ്പോൾ അയാൾ അവിടെ ഞങ്ങളെ വെയിറ്റ് ചെയ്ത് നിന്നിട്ട് അയാളും തിരിച്ചു പോയിക്കൊണ്ടിരിക്കുക. അപ്പോഴാണ് ഞങ്ങളെ കണ്ടത്. നിങ്ങൾ എവിടെയായിരുന്നു? അവിടെ ആൾക്കാർ പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞ് ഇയാൾ ഫ്രണ്ടിൽ കയറി, അംബാസഡർ കാറാണ് ഫ്രണ്ടിൽ കയറി. അവിടെ ഞങ്ങൾ അങ്ങോട്ട് ഇറങ്ങുകയും ആരുമില്ല. അവിടെ കമ്മിറ്റിക്കാർ കുറച്ച് പേരുള്ളൂ. അപ്പോൾ ഞാൻ ഈ വണ്ടി കണ്ടുകൊണ്ട് കമ്മിറ്റിക്കാർ 5-6 പേര് ഇങ്ങോട്ട് ഓടി വന്ന് ഞങ്ങളെ വഴി കാണിക്കാൻ കൂടെ വന്ന സന്തോഷം ആദ്യം ഇറങ്ങിയത്. സന്തോഷം ഒറ്റടിയാ, എന്നെ തള്ളില്ല, ഞാൻ വഴി കാണിക്കാൻ വേണ്ടി വന്ന ആളാന്ന് പറഞ്ഞു. വന്ന മക്കൾ ഓരോരുത്തരെ ഇറങ്ങി വന്ന് പറഞ്ഞു.
ഞാൻ പക്രൂന് ഇറക്കി വേണ്ട നീ ചെന്ന് എന്തെങ്കിലുമൊക്കെ പറ. അപ്പം പക്രു ഇറങ്ങി ചെന്ന് പറഞ്ഞു ചേട്ടാ അത് മറ്റേ അവിടെ ഇങ്ങനെ വണ്ടി ബ്ലോക്കായി മറ്റേ പറഞ്ഞു കുഴപ്പമില്ല, പ്രശ്നങ്ങളൊന്നുമില്ല, നിങ്ങൾ പേടിക്കണ്ടേ, ഞങ്ങളൊന്നും പറഞ്ഞില്ലല്ലോ, എന്തെങ്കിലും പറഞ്ഞു, ഞങ്ങൾ മക്കൾ വാ വാ എന്ന് പറഞ്ഞ് ഞങ്ങൾ നേരെ കമ്മിറ്റി ഓഫീസിനകത്തോട്ട് വേണ്ടി ചെന്നപ്പോൾ അവിടെ ഒരു ക്യാരംസ് ബോർഡ് വെച്ചിട്ടുണ്ട്. ഇരിക്കെ എന്ന് പറഞ്ഞ് ഞങ്ങളെ 4 പേര്, ഞാൻ, സംക്രാന്തി പക്രു, അലക്സ്, മറ്റേ സന്തോഷ്, ഞങ്ങളെ 4 ചുറ്റിനെടുത്ത് കളിക്ക് എന്ന് പറഞ്ഞു. അല്ല ഇപ്പം ഞങ്ങൾ ചായ കളിക്കടാ എന്ന് പറഞ്ഞ് 4 പേരും ചുറ്റിന് നിൽക്കുക. ഞങ്ങൾ രാത്രി 3 മണിക്ക് ഇരുന്നിട്ട് എന്ന് പറഞ്ഞ് അങ്ങോട്ട് അടിക്കും. അപ്പം സംക്രാന്തി ഇങ്ങനെ നിൽക്കും, നസി സംക്രാന്തി. അയാൾ ഇയാൾ കൂടുന്നില്ലേ? അല്ല എനിക്ക് അറിയാൻ മേലായിരുന്നു. വേണ്ട, ഈ തുളയക്കൂടെ അകത്ത് പോകും കോയിൻസ്, അത് പെറുക്കി കൊടുത്താൽ മതി പറഞ്ഞിട്ട് സംക്രാന്തി ഇന്ന് ചുറ്റും നടക്കുക. ഇങ്ങനെ 7 മണി വരെ വെളുപ്പിന് 7 മണി വരെ ഇരുത്തി ക്യാരംസ് കളിപ്പിച്ചിട്ട് പറഞ്ഞു ഇനി ഇവിടെ റൂമുണ്ട് കിടന്നു കൊണ്ട് വൈകിട്ട് പ്രോഗ്രാമൊക്കെ അവതരിപ്പിച്ച് പോയാൽ മതി എന്ന് പറഞ്ഞിട്ട് ഈ 3 മണി മുതൽ 7 മണി വരെ ഞങ്ങളെ കൊണ്ട് ക്യാരംസ് കളിപ്പിച്ചു. അതേ പിന്നെ ഈ ക്യാരംസ് കാണുന്നത് അതിനുശേഷം പിന്നെ ക്യാരംസ് ഈ ഇപ്പൊ കളിച്ചിട്ടില്ല, ഞാൻ അല്ലെങ്കിലും കളിക്കില്ല. എന്താ സിദ്ദിഖ് സാറിന് ഇതുപോലെ പറ്റിയിട്ടുണ്ടേ. നമ്മള് മിമിക്രിക്കാരൊരു ശാപം എന്ന് പറഞ്ഞ ടൈമിങ് ഇനി വരില്ല. അപ്പൊ അതിന് ആ കറക്റ്റ് ടൈമിങ്ങിന് പറഞ്ഞു കളയും ഈ കൗണ്ടർ. തമാശക്ക് പറഞ്ഞാണ് സിദ്ദിഖ് സാർ, അത് ഭയങ്കര പ്രശ്നമായി പോയി. കാരണം നമ്മുടെ കൈതപ്രം തിരുമേനി മുഴുവൻ സ്വർണ്ണമൊക്കെയിട്ടാണല്ലോ നടക്കുന്നത്. അപ്പോൾ സ്റ്റുഡിയോയിലിരിക്കുമ്പോൾ പുള്ളി ഇങ്ങനെ നടന്നു വരുമ്പോൾ ദേഹത്ത് മൊത്തം സ്വർണ്ണവും തൊണ്ടേന്ന് വന്നത് വെള്ളിയെന്ന് പറഞ്ഞു. ജീവിതം ഇതുവരെയായിട്ടും മിണ്ടിയിട്ടില്ല അവര് തമ്മിൽ. തമാശക്ക് പറഞ്ഞതാണ്. ഇത് യഥാർത്ഥത്തിൽ ഇപ്പോൾ സംഭവം എന്താ അറിയാം, ഞാൻ ഒന്നുകൂടെ പറയാം ഷാജോൺ. ഇത് കൈതപ്പുറം മറന്നു, പക്ഷെ അതൊന്നുകൂടെ ഓർമ്മിക്കാൻ വേണ്ടി ഈ പണി കൊടുത്തത് സിദ്ദിഖിനിട്ടാ. ഇത് മൊത്തം ഞാൻ തന്നെയുള്ള പണി തന്നെ. ശരി വരട്ടെ എന്നാല്. ഇനിയിപ്പോ പന്തിലേക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഹായ് ടിനി, ഹായ് ഷാജോൺ. രണ്ടുപേരെയും ഒരുമിച്ച് കാണാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷം, പ്രത്യേകിച്ചും നമ്മുടെ റിയാലിറ്റി ഷോയ്ക്ക് ശേഷം. എനിക്ക് നിങ്ങളിൽ കണ്ടിട്ടുള്ളൊരു പ്രത്യേകത, രണ്ടുപേരും മികച്ച നടന്മാർ തന്നെയാണ്, അതിൽ യാതൊരു സംശയവുമില്ല. ഹ്യൂമറും സീരിയസ് വേഷങ്ങളും കൈകാര്യം ചെയ്യാൻ പ്രാപ്തിയുള്ള 2 മിമിക്രി കലാകാരന്മാരാണ് നിങ്ങൾ രണ്ടുപേരും. ആരാണ് ഒന്നിനൊന്ന് മെച്ചമെന്ന് പറയാൻ പറ്റാത്ത വിധത്തിൽ രണ്ടുപേരും മികച്ചവരാണ്. അതിനേക്കാളുപരി എനിക്ക് നിങ്ങളോട് തോന്നിയിട്ടുള്ളൊരു ഇഷ്ടവും റെസ്പെക്റ്റും നിങ്ങളുടെ ഒരു സംഘടനാ പാഠവുമാണ്. എനിക്ക് തോന്നുന്നത് മിമിക്രി കലാകാരന്മാർക്കൊരു സംഘടന വേണം എന്ന് ആദ്യമായി ചിന്തിച്ചയാൾ ടിനിയാണ് എന്നാണ് എൻ്റെ ഓർമ്മ. ആ സംഘടന ഇന്ന് ഒരു വലിയ സംഘടനയായി മാറി എന്നുള്ളത് ടിനിയുടെ ദിശാബോധത്തിൻ്റെ അല്ലെങ്കിൽ ടിനിയുടെ ആ വിഷൻ്റെ ഒരു സക്സസ് കൂടിയാണ്. ഒപ്പം ഷാജോണ് പിന്നെ കൂടെ നിൽക്കുന്നവരെ മറ്റ് അപകടങ്ങൾ, രോഗങ്ങൾ, പിന്നെ ദാരിദ്ര്യം, കഷ്ടപ്പാടുകൾ, ഇത്തരം അവസ്ഥകളിൽ ഉള്ള മിമിക്രി കലാകാരന്മാരെ മാത്രമല്ല ഇപ്പോൾ സഹായിച്ചത് VD രാജപ്പന് വരെ സഹായിക്കുകയുണ്ടായി. അപ്പോൾ അങ്ങനെ ഒരു സഹായിക്കാനുള്ളൊരു മനസ്ഥിതി ഒരു കലാകാരനുണ്ടാവുകയും അതിനുവേണ്ടി ഒരു കൂട്ടായ്മ സംഘടിപ്പിക്കുകയും ചെയ്തതിൻ്റെ പേരിൽ ടിനിയെയും അതുപോലെ തന്നെ ഷാജോണെയും ഞാൻ ഒരുപാട് അഭിനന്ദിക്കുന്നു. ഇത്രയും പട്ടുവേർത്ത ഒരാൾക്കിട്ടാണ് ഷാജോണ്. അദ്ദേഹത്തിന്റെ ഹ്യൂമർ സെൻസ് അല്ലേ ഞാൻ പറഞ്ഞത്, ഉദരവല്ല ഞാൻ ചെയ്തത്. വലിയ ഉദര ചെയ്തിരിക്കുന്നത്. ഇനി ഈ പറഞ്ഞ സിദ്ദിഖിനെ പോലുള്ള ഒരാൾ ഒരുപക്ഷെ നിങ്ങളുടെ മുമ്പേ മിമിക്രിയിൽ നിന്ന് സിനിമയിലേക്ക് നടന്നു പോയ ഒരാളാണ്. നിങ്ങൾക്കൊക്കെ വഴികാട്ടി എന്ന് വേണേൽ പറയാവുന്ന ഒരാളാണ്. ഒരുപക്ഷെ മലയാള സിനിമയിൽ വളരെ താഴെ നിന്ന് വന്ന് എന്നാൽ ഒരാളെ പോലും മറക്കാത്ത, വഴിത്താരയിലുള്ള ഒരാളെ പോലും മറക്കാത്ത, ഇപ്പോഴും മിമിക്രി കൂട്ടായ്മയിൽ വളരെ സജീവമായി പങ്കെടുക്കുന്ന ഒരാളും കൂടിയാണ് സിദ്ദിഖ്. നിങ്ങളുടെ ആദ്യത്തെ ഇരയും ഈ സിദ്ദിഖ് തന്നെയാണ്. എന്താ കാരണം വെച്ചാൽ ഗുരുപ്രണാമം എന്ന് പറഞ്ഞ് ആദ്യം പോയി സ്റ്റേജിൽ പറയണത് സിദ്ദിഖിനിട്ടാണ്. മലയാള സിനിമയിലെ അപൂർവം സംവിധായകന്മാരെ മാത്രമേ എങ്ങനെ ഇമിറ്റേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ, അല്ലേ? ബാക്കിയുള്ള സംവിധായകന്മാരെ ഒന്നും ഇപ്പം സത്യനന്ദിക്കാടിനെ ഒന്നും ഇമിറ്റേറ്റ് ചെയ്ത് ഞാൻ കണ്ടിട്ടില്ല, കമലിനെ ഇമിറ്റേറ്റ് ചെയ്ത് ഞാൻ കണ്ടിട്ടില്ല, രഞ്ജിത്തിനെ ഇമിറ്റേറ്റ് ചെയ്ത് ഞാൻ കണ്ടിട്ടില്ല. പക്ഷേ ഈ സിദ്ദിഖിനെ ഇമിറ്റേറ്റ് ചെയ്യാത്ത ഒരു മിമിക്രി താരം ഉണ്ടാവില്ല. ഒരുപാട് നല്ല കാര്യങ്ങളാണ് നിങ്ങളെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞിരുന്നത്. അല്ല, നമ്മളൊക്കെ ഒരു മാതൃകയായിട്ട് കാണുന്ന, കാരണം ഉയരും തോറും അത്രയും താഴേക്ക് വരിക എന്നുള്ളതാണ്. അങ്ങനെ വളരെ കുറച്ച് പേരാണ് ലോക സിനിമ, ഇപ്പോൾ രജനീകാന്തും AR റഹ്മാനും സച്ചിൻ തെണ്ടുൽക്കറിനൊക്കെ ഉള്ളൊരു ഗുണം തന്നെയാണ്, സവിശേഷത തന്നെയാണ് ഇദ്ദേഹത്തിനുള്ളത്. കാരണം 100 crore ക്ലബിൽ, അതായത് ബോളിവുഡിലെ 100 crore ക്ലബിൽ വരികയും
അവിടെ ഹിന്ദി പടം ഷൂട്ട് ചെയ്യുമ്പോഴും നമ്മുടെ ഈ ചെറിയ സംഘടനയ്ക്ക് വേണ്ടി അദ്ദേഹം ഫ്ലൈറ്റ് എടുത്ത് വരികയും ഇവിടെ നമ്മുടെ പരിപാടിക്ക് പങ്കെടുക്കുകയും അതിന് വേണ്ടിയിട്ട് അവിടെ ഷൂട്ടിംഗ് നിർത്തിവെക്കുകയും ഒരു ദിവസം ബോളിവുഡിൽ നിർത്തിവെച്ചാൽ എത്ര രൂപ മാറും എന്നുള്ള അറിയാം. പക്ഷെ അത് അദ്ദേഹം തയ്യാറാവുക, അത് എങ്ങനെ അത്രയും വലിയൊരു മനസ്സുണ്ടാവുന്നു എന്ന്. എന്നിട്ട് വന്നിട്ട് എന്താ പറയണ പുള്ളി, എങ്ങനെയായിരിക്കും പുള്ളി സംസാരിക്കുക? തിരിച്ച് വീണ്ടും ഞാൻ അല്ലല്ല അദ്ദേഹത്തിന് ഇഷ്ടമാണ് എന്നൊക്കെ ഞാൻ ഇപ്പോഴും സിദ്ദിഖിനോട് പറയും, ഇവിടെ ഇരുന്ന് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിനെ അനുകരിക്കുമ്പോൾ അവരോടുള്ള വാത്സല്യവും സ്നേഹവും എനിക്ക് ഇരട്ടിക്കുന്നു. അതായത് അവരെ സ്വർണം കാണുന്ന പോലെ അവർ കാണുന്നു, അതാ പറഞ്ഞത്. അല്ല, ഇവര് തമ്മിലുള്ള ഈ ഞാനും ബക്രുവും തമ്മിലുള്ള വൈരുദ്ധ്യം പോലെ ഇവരുടെ ശബ്ദത്തിനും വൈരുദ്ധ്യങ്ങളുണ്ട്. ലാലേട്ടന്റെ സിദ്ദിഖ് സാറിന്റെ, അതായത് ഒന്ന് വളരെ ഫീബിൾ ആയിട്ടുള്ള സൗണ്ടാണ്, ബേസാണ്, വളരെ ചെറുതാണ്. മറ്റൊന്ന് ബാസാണ്, മറ്റൊരു ട്രബിളും ഇത് ബാസുമാണ്. ഈ രണ്ടും നമുക്കൊന്ന് നോക്കിയാൽ ബാസ് ട്രബിൾ എന്നാണ് പറയുന്നത്. ഒരു പാട്ടല്ലേ അത്? പാട്ടല്ല, അവര് പറയുന്ന രീതി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സിദ്ദിഖ് സാർ ഒരു ഷോ നടത്തിയിരുന്നു. അതിൽ ഞാനും ലാലും ഒരു മിമിക്രിക്കാരൻ്റെ കൂടെ അസിസ്റ്റൻ്റ് ആയിട്ടാണ് വർക്ക് ചെയ്യാൻ തുടങ്ങിയത്, ഫാസിൽ എന്ന് പറയും. അതുപോലെ തന്നെ ഞങ്ങൾ കണ്ടുപഠിച്ച മിമിക്രി എന്ന് പറയുന്നത് കൊച്ചുനറിയുടെയും കൊതുക് നാണപ്പൻ്റെ, അതുപോലെ ആർപി അഷ്റഫിൻ്റെ ഒക്കെ മിമിക്രിയാണ്. അതുപോലെ തന്നെ അവരൊക്കെ നമ്മുടെ പടത്തിൽ സഹകരിപ്പിച്ചിട്ടുണ്ടോ? കൊതുക് നാണപ്പൻ്റെ മകനാണ് ജയൻ, ജയനാണ് നമ്മുടെ സിനിമയിൽ അഭിനയിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ഇവിടെ പെർഫോം ചെയ്യുന്നു. എല്ലാവരും ഗംഭീര കക്ഷികൾ തന്നെയാണ് പെർഫോം ചെയ്യുന്നത്. അവർക്ക് എല്ലാവർക്കും എന്റെ സിനിമയിലല്ല സിദ്ദിഖിന്റെ പടത്തിൽ ചാൻസ് കൊടുക്കുക, അത് സിദ്ദിഖ് പറഞ്ഞത്. ഇങ്ങനെ ഇവര് തമ്മിൽ തമാശകൾ പറഞ്ഞിട്ട് പോകുന്നത് ആ ഒരു രണ്ട് കോൺട്രാസ്റ്റ് ആണ്. ആ കോൺട്രാസ്റ്റ് ബക്രുവും ടിനിയും, ലാലും സിദ്ദിഖും, ടോം ആൻഡ് ജെറി, ലോറൽ ആൻഡ് ഹാർഡി. അപ്പൊ ഈ ഏതോ ഒരു സംഘടനയുടെ ട്രഷററാണ് ഒരാൾ. അതാണ് വെറുതെ അല്ല അടുത്ത സിനിമ പ്രൊഡ്യൂസ് ചെയ്യുന്നൊക്കെ പറയുന്നത്. അമ്മയുടെ എക്സിക്യൂട്ടീവ് മെമ്പറാണ്, അധികാരങ്ങളുള്ള ആളാണ്. സൂക്ഷിക്കണം. അല്ല, ഇപ്പൊ ഫണ്ട് വന്നിരിക്കുന്ന സമയമാണ്, ഏറ്റവും വിലയുള്ള ഒപ്പാണ് അദ്ദേഹത്തിന്റെ. ഒരു സൈൻ ഇട്ട് കഴിഞ്ഞാൽ ലക്ഷങ്ങളാണ് മാറുന്നത്. ഞങ്ങളുടെ സംഘടനയ്ക്ക് എന്ന് പറയുന്ന മിമിക്രി സംഘടനയ്ക്ക് അങ്ങനെ ഒരു ഭാഗ്യം കിട്ടി. അതും സിദ്ദിഖ ഒരാളുള്ളതുകൊണ്ടാണ് കേട്ടോ. അപ്പം സിദ്ദിഖാണെങ്കിൽ ഒരു ഐഡിയ പറയുന്നതും അല്ലേ? അതെ, ഞാനിത് ആദ്യം നമ്മളിതിൻ്റെ ഒരു ചിന്ത വന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ കൂട്ടത്തിലുള്ളവർ പലരും, എല്ലാവർക്കും സിനിമയല്ല ഇതൊന്നുമില്ല. അപ്പോൾ നമ്മുടെ അടുത്ത് ഹെൽപ്പ് ചോദിച്ചു വരുമ്പോൾ ഒരാൾക്ക് മാത്രം ഹെൽപ്പ് ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ അതിനൊരു ഫണ്ട് ആവശ്യമാണ് എന്നുള്ളത് അറിയിക്കുകയും അതുകൊണ്ട് ഞങ്ങൾ തമ്മിലുള്ള സൗഹൃദങ്ങൾ, പണ്ടുമുള്ള സൗഹൃദങ്ങൾ ഇപ്പോഴും തുടരുന്നു. എല്ലാവരും വിളിക്കുകയും എല്ലാവരും ഒരുപോലെ നിൽക്കുകയും ഒരുപാട് കഷ്ടപ്പെട്ടു ഈ ഒരു ഷോ സാധ്യമാകാൻ. അതിന് സഹായിച്ച സിദ്ദിഖ് സാർ തന്നെയാണ്. മുന്നിൽ നിന്നു കലാഭവൻമണി എല്ലാവരും, അതായത് കൂലി നോക്കാതെ പണിയെടുത്തതിൻ്റെ ഫലമായിട്ട് നല്ലൊരു ഫണ്ട് ഇപ്പോൾ കിട്ടി. ഇപ്പോൾ നമ്മൾ പാവങ്ങൾക്ക്, അതായത് ഞങ്ങളുടെ കൂട്ടത്തിലുള്ള പാവങ്ങൾ സുരക്ഷിതമാണ്.